ചെയ്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 24:5-6-7. ഞാൻ ന്യായാസനങ്ങളെ തുറന്നു, ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടായി. യേശുക്രിസ്തുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുകയും അവർ 1000 ആണ്ട് പ്രിയനോട് ചേർന്ന് വാഴും. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവൻ്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ക്രിസ്തുവിനോടും മഹാപുരോഹിതന്മാരുമായി ചേർന്ന് 1000 ആണ്ട് വാഴും. അതിൻ്റെ ഒന്നാം ഭാഗമായി ഇന്നലെ രാത്രി നാം ചിന്തിച്ചത്, ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന എഴുന്നേറ്റ് വന്നു, ലീഗ് ഓഫ് നേഷൻസ്. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ അതർ സൊല്യൂഷൻ, രണ്ടാമതായി ഒരു സംഘടന വന്നു. അതിൻ്റെ പേര് ഇന്നുണ്ട് യുണൈറ്റഡ് നേഷൻസ് അന്തോണീസ് കുട്രാസ്. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായി ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിൽ വരും, ഒരു മൃഗം ഉലകത്തെ ഭരിക്കുവാൻ എഴുന്നേൽക്കും. വാക്യങ്ങൾ ഇന്നലെ വായിച്ചു. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹമുഖം, അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തു. ദാറ്റ് മീൻസ് യുവർ മൊബൈൽ വാച്ചിങ് ന്യൂ വേ വേൾഡ് ഓർഡർ. ഈ മൃഗത്തെ ആര് കാണും? വെളിപ്പാട് 17:8-9. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ജീവകുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. ഇന്നലെ രണ്ടാം ഭാഗം പറഞ്ഞു, ജീവപുസ്തകത്തിൽ പേരുള്ളവർ കാന്തൻ്റെ വരവിൽ പോകും. അങ്ങനെ ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അതിവേഗത ഇവിടെ വരണം. www. വെളിപ്പാട് 13:3-4-5-6-7. 1 W ഉണ്ട്, 2 വണ്ടർ, 3 വർഷിപ്പ്, 4 വേഡ്. അഞ്ചാമത്തത് ഇലാബറേറ്റായി ഇന്നലെ ഓൺലൈനിൽ കിടപ്പുണ്ട്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേൽ, ഭാഷമേൽ, ജാതിമേൽ അവൻ അധികാരം ലഭിച്ചു. യുദ്ധത്തിൻ്റെ ഇംഗ്ലീഷ് വാർ. അഞ്ചാമത്തത് അതിനാസ്പദമായി മതങ്ങൾ ഒരുമിക്കുന്നു. ഇന്നലെ രാത്രി വരച്ചു കാട്ടി. 2 ഭരണകൂടങ്ങൾ തകരുന്നു. തൊട്ടടുത്ത് നേപ്പാൾ. 3 ജനം റോഡിലിളകുന്നു. കർഷക സമരം. അതുകൊണ്ട് ഒരു പ്രവചന ഭാഗത്തിൻ്റെ നിവർത്തി ഇന്നലെ രാത്രി വരച്ചു കാട്ടി. ഹഗായി 2:6-7. 2:6-7. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കരയെ ഇളക്കും, കടലിനെ ഇളക്കും, സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെ മനോഹര വസ്തു വരും. സകല ജാതികളുടെ മനോഹര വസ്തുവായി നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ മടങ്ങി വരുമെന്ന് ഇന്നലെ രാത്രി. ആൻറ്റി ക്രൈസ്റ്റ് ആര്? ആരാധ്യം വരും. ഉൽപ്പത്തി 49:10. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. 7 വർഷത്തെ ഭരണത്തിന് വേണ്ടി ഒരുവൻ എഴുന്നേറ്റ് വരും. ഇത് ക്രിസ്തു, അവൻ അടുക്ക വാതിൽക്കൽ. അതിനാസ്പദമായി ദാൻ 49:17. ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അങ്ങനെയെങ്കിൽ സിറിയയിൽ നിന്ന് ആൻറ്റി ക്രൈസ്റ്റ് വരും. നിമ്രോദിൻ്റെ തലമുറകൾ അവന് പിന്തുണ കൊടുക്കും. അതാ ഇറാഖ് ISന് പിന്തുണ കൊടുക്കുന്നു. ഇന്നലെ രാത്രി നാം വായിച്ചു ഉൽപ്പത്തി 10:10. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ. അവിടെ നിന്ന് അശൂർ പുറപ്പെടും. സിറിയ പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോഴാണ് എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് 2 കാര്യം നടക്കും. അവൻ മനുഷ്യനെ കാണും, 2 അവൻ്റെ ശബ്ദം ലോകം കേൾക്കും. ദാനിയേൽ 7:7. ഇന്നലെ രാത്രി കുഞ്ഞുങ്ങൾ വായിച്ചു, സഹായിച്ചു. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുമ്പോൾ തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മൃഗങ്ങളുടെ നടുവിൽ 10 കൊമ്പുമായി ഒരുവൻ ഭരണത്തിൽ എഴുന്നേറ്റ് വരും. ദാനിയേലോട് സ്വർഗം പറയുന്നു, ആ കൊമ്പുകളിൽ ഒരു ചെറിയ കൊമ്പിനെ ഞാൻ കണ്ടു. അത് ആൻറ്റി ക്രൈസ്റ്റ്. അതിനാൽ മുമ്പിലത്തെ 3 കൊമ്പ് വേരോട് പറഞ്ഞു പോയി. രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം, ഇത് 3ഉം വീഴണമെങ്കിൽ ഗ്ലോബൽ എക്കോണമിക് ക്രൈസിസ്, സാമ്പത്തിക മണ്ഡലം തകരുമ്പോൾ ഒരുവൻ്റെ കയ്യിൽ ഭരണം വരും. ആ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണ് പോലെ കണ്ണും. അതാ ഇന്നത്തെ മൊബൈലിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ ഒരുവൻ ഇൻ്റർനെറ്റ് വഴി ലോകത്തെ വാച്ച് ചെയ്യും. നാളെ രാത്രി സഞ്ചാർ സാത്തി ആപ്പൂടെ പറയുമ്പോൾ അറിയാം ലോകം ഒരുവൻ്റെ കയ്യിലെത്തുമോ. നിങ്ങളുടെ BSNLനകത്ത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു സഞ്ചാർ സാത്തി. അത് നാളെ പറയുമ്പോഴായിരിക്കും രാത്രി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ ലോകം ഒരുവൻ വാച്ച് ചെയ്യുന്നത് ഇന്നത്തെ മെസ്സഞ്ചർ കോൾ, ട്വിറ്റർ കോൾ, ഇൻസ്റ്റാഗ്രാം കോൾ, ബോട്ടിം കോൾ, ഇതെല്ലാം വാട്സപ്പ് കോളെല്ലാം ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലെത്തും. അവൻ ഉലകത്തെ കാണും. അവൻ ഉലകത്തെ കാണുന്നതിന് മുമ്പ് വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വരും. അതിനോടനുബന്ധിച്ച് അവൻ്റെ ശബ്ദം ഉലകം കേൾക്ക്. ഇന്ന് നമ്മൾ മഞ്ചം കൂടിരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പർവ്വത താഴ്വര മെഗിദോ, അവിടെ 1000 മനുഷ്യൻ്റെ തലച്ചോറിലൊരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്ന, അതിൻ്റെ പേര് വോയിസ് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ്. അതിനകത്ത് അനവധി സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലൊരു സോഫ്റ്റ്വെയർ നമ്മുടെ ഇന്ത്യയിലെ മോഡി സാർ എടുത്തു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് അരുമയാണ് ചെയ്തിയെ കൊടുക്കുന്നത് அந்த மோகன் சி லாசரஸ். அவர் செய்தியை கொடுக்குது தமிழ். இந்த கேரளாவில் வந்து அது டிரான்ஸ்லேட் வரும்போது யாருமே கூட கிடையாது. അതിൻ്റെ വോയിസ് ട്രാൻസ്ലേറ്റർ വഴി അവർ പേസുகிறது തമിഴ്
പക്ഷേ മലയാളത്തിൽ നമുക്ക് കേൾക്കാം. അതുപോലെ ജോയ്സ് മേയർ അവർ പേശുന്നത് ഇംഗ്ലീഷിലാണ്. അവരുടെ കൂടെ ആരും വേണ്ട, സോഫ്റ്റ്വെയർ അത് വോയിസ് കൺവെർട്ട് ചെയ്യുന്നു. മലയാളത്തിൽ ഹാർവസ്റ്റിലും പവർ വിഷനിലുമെല്ലാം അവർ പറയുന്നത് മലയാളത്തിൽ കേൾക്കുമെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഈ സിസ്റ്റം എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഇന്നത്തെ ഗൂഗിൾ സംസാരിക്കുന്നത് പോലെ മെഗിദോ താഴ്വരയിൽ നിന്ന് അവൻ ഉലകത്തോട് സംസാരിക്കും. വമ്പ് പറയുന്ന വായ്, ആ സംസാരം നമ്മുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് കാന്തൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങുമെന്ന് ഇന്നലെ രാത്രി. അതുകൊണ്ട് അവസാനമായി യോഹന്നാൻ 14:30 ഇങ്ങനെ വായിച്ചു. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി അധികം നിങ്ങളോട് സംസാരിക്കത്തില്ല. യേശു പറഞ്ഞു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ലോകത്തിൻ്റെ പ്രഭു അവൻ എന്നോടൊരു കാര്യമില്ല. യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിൻ്റെ മക്കളോടും കാര്യമില്ല. അതിനു മുമ്പ് വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. ഇന്നലെ രാത്രി കുഞ്ഞുങ്ങൾ കരമുയർത്തി പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. മഞ്ചങ്കോട് ചെമ്പൂരെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി രണ്ടാം ഭാഗം. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മഞ്ചങ്കോട് ചെമ്പൂര്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible. In this evening we are going book of Revelation chapter 20 verse 4, 5, 6, 7 എന്നൊക്കെ കേളിരിക്കുന്ന വിശുദ്ധமான വേദവചന അഥവാ വെളിപ്പാട് ദീർഘദർശിയിൽ കടിതം അധികാരം 20 വസനത്തെ വാസിക്കരുത്. 4, 5, 6, 7 വെളിപ്പാട് പുസ്തകം 20, 4, 5, 6, 7 കുഞ്ഞൊരിക്കൽ കൂടി വായിക്കും പ്രാർത്ഥനയോടെ വചന ചിന്തയിലേക്ക്. വായിച്ചാട്ടെ മക്കളെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ ഇന്ന് രാത്രി അത് ചിന്തിക്കും. അടുത്ത വാക്ക് മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ. ഇന്നലെ ഒരു ഭാഗമേ നാം തൊട്ടോളും. മൃഗം, ഇന്ന് വരുന്നത് പ്രതിമ, അതിന്റെ മൈക്രോ ചിപ്പ്, തല ഛേദിക്കപ്പെടും. ബാക്കി നാളെ സഞ്ചാര സാധ്യതയിലേക്ക്. അടുത്തത് വായിക്കാം. പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. വയോധികനായ യോഹന്നാൻ. അടുത്തത് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മണവാട്ടി സഭയെ ചേർക്കുവാൻ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് മടങ്ങി വരും. അതായി വായിക്കുന്നത്. അടുത്ത വാക്ക് വായിക്കാം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. അവര് പാതാളത്തിൽ കിടക്കുക. നാളെ രാത്രി അവരുടെ അവസ്ഥയും കൂടെ പറഞ്ഞിട്ട് അവസാനിക്കത്തുള്ളൂ. അടുത്ത വാക്ക്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒരു രണ്ടാം മരണവും നമ്മുടെ ജീവിതത്തിലുണ്ട്. വായിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. മഞ്ചങ്കോട്ട് ഒരു മരണമല്ല. ന്യായാസനത്തിന്റെ മുമ്പിൽ വന്നിട്ട് അവസാനം എല്ലാത്തിനെയും കൂടെ തള്ളി താഴെ ഇടുവെന്ന് സ്വോത്രം. അതിന് മുമ്പ് രക്ഷപ്പെടാനായി സന്ദേശം. രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ എങ്ങനെ വാഴും? വായിക്കാം. ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. മതി. ഞാൻ ന്യായാസനങ്ങളെ തുറന്നു. അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം തലചേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ മൃഗത്തോടും പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ അവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. മരിച്ചവർ 1007 വർഷത്തിന് ശേഷം എഴുന്നേറ്റു. ആ കാലഘട്ടത്തിൽ ഇവിടെ വലിയൊരു ന്യായവിധിയും വരാൻ പോകുന്നു. അതുകൊണ്ട് അവർ ഉയർത്തെഴുന്നേറ്റവരവിടെ ക്രിസ്തുവിനോടും മഹാപുരോഹിതന്മാരോടും കൂടെ 1000 ആണ്ട് വാണു. കണ്ണുകൾ മൂടാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. അപ്പച്ചമ്മച്ചി, കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയവർ ഈ രാത്രി പലരും കണ്ടിട്ടില്ല. കഴിഞ്ഞ രാത്രി 9:40 നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഒരാശുപത്രിയിൽ കയറാൻ ദൈവം ഇടയാക്കിയില്ല. ഒരു വെന്റിലേറ്ററിനകത്ത് കിടക്കാൻ സഹോദരി ദൈവം ഇടയാക്കിയില്ല. നിന്റെ മൂക്കിനകത്ത് ഒരു ഓക്സിജൻ പമ്പ് ചെയ്യുന്ന പമ്പ് പിടിപ്പിക്കാൻ ദൈവം ഇടയാക്കിയില്ല.
നിന്റെ കൈക്കകത്തൊരു സൂചി കയറ്റാൻ ദൈവം ഇടയാക്കിയില്ല. ഇന്ന് രാവിലെ നിന്റെ മക്കളെ കാണുവാൻ, ബന്ധുക്കളോട് മുഖവയിൽ സംസാരിപ്പാൻ, ദൂരദേശത്തുള്ളവരോട് ഒരു വാക്ക് നന്ദി പറയുവാൻ മഹത്വവാനായ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായി നന്ദി. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഒരു രാത്രി കൂടി എൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്ന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ജീവനുള്ളവരുടെ ദേശത്തെന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കരുണാമയന് നിത്യന് നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് ദൂത സഞ്ചയമായി ഇതിൻ്റെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ശാറാബുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നതിനായി, ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ ഇവിടെ കാവൽ ചെയ്യുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകൾ പൊട്ടിക്കുന്നു. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടക്കുന്ന അപ്പാ, അങ്ങയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുന്ന ദൈവകരം ഇവിടെ വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിഞ്ഞതുപോലെ പട്ടണത്തിനകത്ത് ചില മദ്യപാനികൾ യേശുവിനെ കാണട്ടെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണട്ടെ. ജീവിതം തകർന്ന ചില കരങ്ങൾ ഇന്ന് രാത്രി ശബ്ദസീമയ്ക്കുള്ളിൽ യേശുവിന് വേണ്ടി കരമുയർത്തുവാൻ അവരുടെ ഹൃദയങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കണമേ. കാട്ടത്തിയുടെ പാരമ്പര്യത്തിരുന്ന സക്കായിയുടെ വീട്ടിനകത്ത് ദൈവകരം ഇറങ്ങിയപ്പോൾ ആ കുടുംബം രക്ഷ പ്രാപിച്ചതുപോലെ 2025 കൺവെൻഷനിൽ ഈ പട്ടണത്തിൽ ചില കുടുംബങ്ങൾ യേശുവിന് വേണ്ടി കരമുയർത്തുവാൻ ഈ രാത്രിയും ദിവ്യ ശക്തിയും ദിവ്യ സമാധാനവും വെളിപ്പെടട്ടെ. അപ്പച്ചാ, വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ അങ്ങ് മാറ്റിയാട്ടെ, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ അങ്ങ് മാറ്റിയാട്ടെ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ അപ്പച്ചൻ തൊട്ടുന്ന രാത്രി സൗഖ്യമാക്കിയാട്ടെ. അങ്ങയ്ക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഒരു രാത്രി കൂടി വചനവുമായി ഞങ്ങൾ നിൽക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ സംഘടനയുടെ പേരോ ഞങ്ങളുടെ ബിരുദമോ ഈ രാത്രി ഉയരരുതപ്പാ. ഈ ഗ്രൗണ്ടിനകത്ത് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റി തന്ന യേശു അപ്പച്ചൻ്റെ നാമം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ഇതിൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മക്കളെ ദൈവം കാത്തുകൊള്ളണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം അങ്ങ് കാക്കണം. ഈ വന്നിരിക്കുന്നവരുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാത്ത് അനുഗ്രഹിക്കണം. 2026 ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറണം. അപ്പാ, ഒരു രാത്രി കൂടി വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യണം. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മകത്തോമ്പ് കഴിച്ച അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞങ്ങളുടെ സഹകരണത്തിന് നന്ദി. ശ്രദ്ധയോടെ ഇന്നലെ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് വേഗം നാം പ്രവേശിക്കാം. 10 വാക്യങ്ങളായിരിക്കും. ഇസ്രായേൽ വരെ പോയിട്ട് വരുമ്പോൾ ഈ രാത്രി സമാപിക്കും. ശ്രദ്ധയോടെ ഇരിക്കണമേ. തിരുവചനത്തിലെ അവസാനത്തെ പുസ്തക ഭാഗമാം വെളിപ്പാട് പുസ്തകം. പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ ചമയ്ക്കുന്നത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാർക്കെല്ലാം ക്രൂരമായ ന്യായവിധികളാണ് കൊടുത്തത്. അന്നത്തെ 2 ഗവർണർമാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ. ചിന്ത എവിടെയായിരിക്കണം? 1 ഹേരോദാവ് ആരായിരുന്നു? ഏദോമിൻ്റെ ഗവർണർ. 2 പീലാത്തോസ് റോമിൻ്റെ കൈസറായിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ആ ശിക്ഷാവിധികൾ ആരംഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രക്തസാക്ഷിയാകുന്നു AD 37 സ്തേഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷി. പാവപ്പെട്ട സ്തേഫാനോസ് വഴിനീള ട്രാക്റ്റുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. പൗലോസ് വന്നു, അഥവാ ശൗൽ വന്നു. ശൗൽ വന്നിട്ട് എന്താ, നല്ല ഉരുളൻ കല്ലുകൾ, നമ്മുടെ മെറ്റലിൻ്റെ കൂട് ഉടയ്ക്കുന്ന കല്ലുകൾ പാവപ്പെട്ട സ്തേഫാനോസിനെ വാരി വാരി എറിഞ്ഞു. അന്ന് 108 ആംബുലൻസ് ഒന്നുമില്ലായിരുന്നു. പാവപ്പെട്ടവൻ കീഴെ വീണ് പോയി. അവന് പിടികിട്ടി ഞാൻ മരിക്കാൻ പോവാ. എങ്കിലും നമ്മുടെ കർത്തൃദാസൻ പ്രാർത്ഥിച്ചോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. മനസ്സിലാകുന്നവർക്കായി സേവാനത്ത് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ സ്വർഗം ഒരു മറുപടി അവനെ കാണിച്ചു. ശബ്ദമല്ല കേട്ടത്, സ്വർഗം തുറന്നിരിക്കുന്നു. നീ ഓടിയതിനും അധ്വാനിച്ചതിനും നിനക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് മരണവീട്ടിൽ ഞങ്ങൾ പറയാറുണ്ട്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു, ദുഷ്ടന്റെ മരണം യഹോവ വെറുക്കുന്നു. സ്തേഫാനോസിന് ശേഷം 2ാമത് ശൗലിനെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ് അനന്യാസ് ഉപദേശിയെ കൈകാര്യം ചെയ്യുവാൻ. മനസ്സിലാകുന്നവർക്കായി അതിന് റോമിൻ്റെ പടയാളികൾ അവൻ്റെ കൂടെയുണ്ട്. വെള്ളക്കുതിരയുണ്ട്, കീശയിൽ കാശുണ്ട്. ബെന്യാമിൻ ഗോത്രക്കാരൻ, കപ്പൽ മുതലാളിയുടെ മകൻ, AK പോട്ടീശവനും പോലീസുകാരും എല്ലാം കയ്യിലുണ്ട്. അവൻ യാത്രയാകുന്നു. ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. ഉച്ചയ്ക്ക് ടക്ക് ടക്ക് അടിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നത് ആര്? ശൗല് തിരിച്ചു ചോദിച്ചു, അങ്ങ് ആരാകുന്നു? ഞാൻ അങ്ങ് ആരാകുന്നു കർത്താവെന്ന് ചോദിച്ചത്. ദാ കിടക്കുന്നു താഴെ. സ്വോത്രം. കുതിരയും പോയി, കാശും പോയി, എല്ലാം പോയി. താഴെ വീണപ്പോൾ കൂടെയുള്ള ആൾക്കാരും ഇല്ല. മനസ്സിലാകുന്നവർക്കായി ആ സഹോദരങ്ങൾക്ക് ഒരു നല്ല വാർത്ത.
നിൻ്റെ കീശ കാശുള്ളപ്പോഴും സൗന്ദര്യം ഉള്ളപ്പോഴും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. നീ ഒന്ന് വീണ് നോക്കും, ഒരു കുഞ്ഞും കാണത്തില്ല. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതാണ് ശൗലിന് പറ്റിയത്. ബെന്യാമിൻ ഗോത്രക്കാരനാണ്. പുള്ളിക്കാരൻ വീണപ്പം പിന്നെ ആൾക്കാരെടുത്ത് പറഞ്ഞ് എന്നെ അങ്ങ് എടുത്താട്ട് നമ്മുടെ ബെൽച്ചേറി കൊണ്ടുപോകുന്ന പോലെ അടുത്ത് പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നാണ്ട് നേർവീതിയിൽ തർശോഷുകാരൻ്റെ യൂദായുടെ വീട്ടിൽ ഒരു ചെറിയ പള്ളിയുണ്ട്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അപ്പം പൗലോസ് പറഞ്ഞ് എന്നെ അങ്ങ് പള്ളിക്കകത്തങ്ങ് കൊണ്ടുവേണ്ട, മുറ്റത്തിരുത്തിയാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കട്ടൻ ചായ ഇട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. 2 ദിവസത്തെ കരച്ചിൽ കണ്ടപ്പോൾ ആർക്ക് പിടികിട്ടി? സ്വർഗത്തിന് അവൻ്റെ കണ്ണീര് കണ്ടു. ഉടനെ പെട്ടെന്ന് അനന്യാസിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, നീ നമ്മുടെ ഹീറോ കൊണ്ട സ്കൂട്ടറുമായിട്ട് പോകണം, അനന്യാസിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ അനന്യാസ് ഉടനെ പറഞ്ഞ്, കർത്താവേ 6 മാസമെങ്കിലും അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. ചെമ്പൂരും മണ്ണാങ്കോണത്ത് നമ്മുടെ കൺവെൻഷൻ പോസ്റ്ററുകൾ മുഴുവൻ അടിച്ചുകൊണ്ട് പോയത് സ്വോത്രം. കിളിയൂരിൽ നിന്ന് കട്ടൗട്ടറും എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് കഞ്ഞി വെച്ച് കുടിച്ചവനാ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഉടനെ എന്താ പറഞ്ഞതെന്നറിയാമോ? സ്വർഗം പറഞ്ഞ് നീ പോകണമെന്ന്. എന്തായാലും അനന്യാസ് ഹീറോ കൊണ്ടയായിട്ട് യാത്രയായി നേർവീതിയിൽ താർശോഷുകാരനായ യൂദായുടെ വീട്ടിൽ ചെന്നപ്പോൾ പള്ളിപ്പരയുടെ പുറത്ത് അവിടെ ഇരിക്കുക. അപ്പം വരുന്ന കരയുക ശൗല്. അനന്യാസ് പോകുന്ന വഴി തന്നെ ഒരു വിളിച്ചു, ശൗലേ സഹോദര. അയ്യോ എന്തൊരു കാര്യമാണെന്നറിയാമോ? മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. എല്ലാ പുള്ളികളെ അടിക്കാൻ കർത്താവിൻ്റെ വടിയുണ്ട്. സ്വോത്രം. കീശ കാശുണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഡോളറുണ്ടെങ്കിലും AK-47 ഉണ്ടെങ്കിലും എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാൻ കർത്താവിന് അറിയാം. ഇന്നത്തെ നമ്മുടെ ചെമ്പൂരോ വെള്ളറുടെയിലെ ശൗലുമാരായിരുന്നെ ഉടനെ പറഞ്ഞതിന് അരവിന്ദ് കണ്ണാശുപത്രി പോകുന്ന. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അല്ലെ ചൈതന്യ ലാസിക് ലെയറിലൊക്കെ പോയി പിന്നെ ടോർച്ച് അടിക്കാമെന്ന്. പക്ഷേ നമ്മുടെ ശൗല് നല്ല ബുദ്ധിയുള്ളവൻ. അവന് പിടികിട്ടി ഇത് ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ചല്ല, സ്വർഗത്തിലെ ടോർച്ചാണ്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇതിൻ്റെ ചെതുമ്പൽ മാറണമെങ്കിൽ കർത്താവ് വിചാരിക്കണം. അതുകൊണ്ട് അനന്യാസ് ദൂരെ നിന്നൊരു വിളിച്ചു, ശൗലേ സഹോദരൻ. അത് കേട്ടപ്പോൾ തന്നെ പകുതി കാഴ്ചയെ കിട്ടിക്കാണ്. സന്തോഷമില്ലല്ലോ സ്വോത്രം. എങ്ങനെ ഇത് വിളിക്കാൻ തോന്നി അച്ചായ അമ്മാമ്മയെ? ആ സ്നേഹമായി ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ആ സ്നേഹത്തിൻ്റെ പേര് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്ക്. കട്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ വാളോ സ്വോത്ര. ഉടനെ അവിടെ ചെന്നു അനന്യാസ് തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. ഉടനെ ശൗലിൻ്റെ ചെതുമ്പലൊക്കെ പോയി. ചെതുമ്പൽ പോയ ഉടനെ ശൗല് ചോദിച്ചു, ഏത് ടെലിവിഷൻ്റെ മുമ്പിൽ പോകണമെന്നല്ല ചോദിച്ചു. സ്വോത്രം. ഉപദേശി ഞാൻ എന്ത് ചെയ്യണം? ഉപദേശി പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം. മതിയോ? ഇല്ല. കീശയിലിരിക്കുന്ന കള്ള കഞ്ചാവ് എല്ലാം വലിച്ചെറിയണം. മനസ്സിലാകുന്നവർക്കായി. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നീ ഒന്ന് മുട്ടുമടക്കി കരഞ്ഞാട്ടെ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നുവെന്ന് അനുദപിക്കണം. ഉടനെ ഉപദേശി പറഞ്ഞു, നമുക്ക് ഹീറോ ഹോണ്ടയിൽ വന്നേക്കുന്നത്, നമുക്ക് ആ നെയ്യാറിൽ പോയി പന്തയുടെ അവിടെ നിന്ന് കലക്കവെള്ളത്തിൽ മുങ്ങണം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. 5ാമത്തെ കാര്യം തിരിച്ച് പള്ളിയിൽ വന്നിട്ട് നമുക്ക് കരമടിച്ചൊരു പാട്ട് പാടണം. 6ാമത്തെ കാര്യം ഒരു തിരുമേശയുണ്ട്, അതിനകത്ത് നീ പാനം ചെയ്യണം. 7 പരിശുദ്ധാത്മശക്തിയിൽ നിലനിൽക്കണം. സന്തോഷമില്ലല്ലോ. ഇതാ സത്യ സുവിശേഷം. മനസ്സിലാകുന്നവർക്കായി. ടെലിവിഷൻ്റെ മുൻപിൽ പോകുന്നത് തെറ്റല്ല, ഇതിനൊക്കെ സമയമുണ്ട്. അങ്ങനെയെങ്കിൽ അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ ശൗലിൻ്റെ കണ്ണിൻ്റെ ചെതുമ്പലുകൾ മാറി. ആത്മാവിൽ ഒരു ദൂത് പറയാം, നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നാളുകൾ കഴിയുമ്പോൾ അവൻ്റെ പരാജയത്തെ മാറ്റി അവനെ വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ അനന്യാസിൻ്റെ കരം ശൗലിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഒരു സംഭവം സംഭവിച്ചു. മെഡിക്കൽ സയൻസിന് പോലും തള്ളിയ കേസുകളിൽ വിടുതൽ തരുവാൻ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ഗ്രൗണ്ടിനകത്ത് പോകാവും. നിനക്കെതിരെ പോരാട്ടമിട്ട്, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാട്ടമിട്ട്, ഒരുപക്ഷെ നിനക്കെതിരെ തകർക്കാൻ പദ്ധതി വെച്ചവരുടെ തലയിൽ കൈവെക്കുമ്പോൾ അന്യായമായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നീ കരം വെക്കുമ്പോൾ അന്യായ ട്യൂമറുകൾ അലിഞ്ഞു പോകും. നീ കരം വെക്കുമ്പോൾ ക്യാൻസർ സെല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകും. ഇന്ന് രാത്രി അനന്യാസിൻ്റെ കരത്തെ തൊട്ട കരം 2026 എന്നെ തൊടണം. ആരും കരം ഉയർത്തോ എന്ന് രാത്രി വിശേഷமான കൃപ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കണം. പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറിനെ അയക്കുക. എന്താ കടസി കാലങ്ങളിൽ ആണ്ടവരാകിയ ദേവൻ വല്ലമൈ എന്ന കരങ്ങളിൽ ഇറങ്ങി വന്നാൽ തായെ തകർപ്പരെ വരും കാലങ്ങൾ നീ കരത്തെ തൂക്കി ജപത്തെ കൊടുക്കുമ്പോൾ ശരീരത്തിലിരിക്കുന്ന അന്യായ കട്ടികളെ മാറ്റുക, ശരീരത്തിലെ ബന്ധനങ്ങളെ അടിക്കുക. അനന്യാസിന്റെ മേൽ പകർന്ന ദൈവശക്തി പോലെ ഇന്ന് രാത്രി ഒരു ദൈവശക്തി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുക. റിസീവ് ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സോ ലോർഡ് ജീസസ്. ഇന്ന് രാത്രി എന്താ സംഭവിച്ചത്? ആ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. അവൻ്റെ മരണം അങ്ങനെയാണ്. പെന്തിക്കോസുകാരൊന്നും ഇപ്പം മരണത്തിൻ്റെ കാര്യം പറയത്തില്ലല്ലോ. അവനൊരു കാരാഗ്രഹത്തിൽ കിടക്കുക. ഓസ്ട്രേലിയ കാരാഗ്രഹമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശനിയാഴ്ച രാത്രി പടയാളികൾ വന്ന് പറഞ്ഞു, ശൗലേ നാളെ രാവിലെ പൗലോസെ നിന്നെ കൊണ്ടുപോകും, ചന്തയിൽ കൊണ്ടുപോയി പച്ചയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ നിൻ്റെ തലയിറക്കുമെന്ന്. അദ്ദേഹത്തിന് ഒരു വല്ലാത്ത പേടി. അമ്മച്ചി പ്രശ്നം ഇതല്ല. ഒരുവനുണ്ടായിരുന്നു തിമത്തിയോസ്. അവനെവിടോ കളിക്കാനുള്ള ട്രാക്ട് കൊടുക്കാൻ പോയിരിക്കാം. മറ്റേ ഒരു ചെറുപ്പക്കാരുണ്ട് നൊനോമിയോസ്. അവൻ പൂവാറിലെവിടോ കടലോരത്ത് ട്രാക്ട്
കോൺട്രാക്ട് കൊടുക്കാൻ പോയിരിക്കുക. ചില ദിവസങ്ങൾ സഞ്ചാര സൂചിച്ചകരം മടങ്ങി വരും. ജയിലിൻ്റെ ബാധൊക്കെ വരുമ്പോൾ തന്നെ കാണത്തില്ല, വെറും ഗ്രില്ലുകൾ കാണും. പടയാളികളോട് ചോദിക്കും, ഞങ്ങളുടെ ഉപദേശി എവിടെ? അവർ മിണ്ടത്തില്ല. ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കണ്ണുനീർ വാർക്കും. അതോർത്തിട്ട് ജയിലിനകത്ത് ചിരട്ടയ്ക്കകത്ത് വെള്ളമുണ്ടായിരുന്നു, അതെടുത്ത് ഭിത്തിയിൽ ഒരു വാക്യം എഴുതി, കുഞ്ഞുങ്ങൾ മടങ്ങി വന്നാൽ കാണുവാൻ വേണ്ടി, മക്കളെ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നാളെ ഞാൻ മരണപ്പെട്ടാലും നമുക്കേവർക്കും നീതിയുടെ കിരീടവുമായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. അതുകൊണ്ടാ വിശുദ്ധ ബൈബിൾ നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ ഘട്ടം സാരമില്ല. ബാക്കിയൂടെ പറഞ്ഞു തരാം. പലരും ഇന്ന് ദൈവഭക്തന്മാരെ കാലവരിക്കയച്ച് ചരിത്രമൊന്നും ആരും മിണ്ടത്തില്ല. അവരെവിടെ കൊണ്ടുപോയി, ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുപോയി പടപടാ മില്ലിനകത്തുനിന്ന് നമ്മുടെ മണ്ണാങ്കോണത്ത് തടിയറക്കുന്നത് പോലെ, തടിയറത്ത് മാറ്റുന്ന പോലെ കഴുത്ത് കട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ആ സമയത്തും അവൻ്റെ നാവ് ചലിച്ചു. ഭക്തന്മാരുടെ പ്രത്യാശ, കാണുന്നത് താൽക്കാലികം, കാണാത്തതൊന്നും നിത്യം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. യാക്കോബിൻ്റെ തല വെട്ടി മാറ്റുന്നു. ഇന്ത്യയിലേക്ക് വന്ന തോമാസ് ലീഗ AD 72 മൈലാപ്പൂരിൽ കൊല്ലപ്പെടുന്നു. പത്രോസിന് തല കീഴായി ക്രൂശിച്ചു. ആ സമയത്ത് ഇത് കണ്ടിട്ട് യോഹന്നാൻ യാത്രയാകുന്നു. ഒന്നവൻ പത്മോസിലായിരിക്കുമ്പോഴാ ഒന്നാമത്തെ കാര്യം, അവൻ ആസിയയിലെ 7 സഭകളുമായി അവിടെ നിൽക്കുമ്പോൾ ഒന്നാമത്തെ ശിക്ഷാവിധി തുർക്കിയിലെ ഏഷ്യ മൈനറിൽ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, അവൻ എന്ത് ശരീരത്തിനകത്ത് കത്തികൊണ്ട് മുറിച്ചിട്ടും അവൻ മരിച്ചില്ല. രണ്ടാം ഭാഗത്തിലേക്ക് പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ താങ്കൾ പറഞ്ഞ പ്രകാരം വയോധികൻ്റെ ശരീരത്തിനകത്ത് ഞങ്ങൾ കത്തിവെച്ചു, അവൻ മരിച്ചില്ല. അപ്പോൾ ഡൊമീഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ മുഖം കാണണ്ട. ചക്രവർത്തിയുടെ മുഖം അങ്ങ് വല്ലാതായിപ്പോയി. അവരോട് പറഞ്ഞു, ആഫ്റ്റർ 4 days, 4 നാൾ കഴിഞ്ഞ് അവന് സെൻറ്റൻസ് കൊടുക്കാം. 4 നാൾ കഴിഞ്ഞ് പടയാളികൾ വന്നപ്പോൾ സെൻറ്റൻസാ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? വയോധികനായ യോഹന്നാൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കുട്ടുകത്തിനകത്ത് എണ്ണയിൽ കൊല്ലുവാനുള്ള പദ്ധതിയാണ്. പടയാളികൾ പടപട യാത്ര ഈ അപ്പച്ചനെ തീർത്ത് കളയണം. രാവിലെ 5 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ താണ്ട് നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് ഉപദേശിമാർ ചെറിയ സ്റ്റൂളൊക്കെ ഇട്ട് ജപത്തെ കൊടുക്കും മാതിരി അയ്യായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അജിയായുടെ കയ്യിലേക്ക് വിലങ്ങുകൾ വീണു. താങ്കൾക്ക് നല്ല ഭക്ഷണം ആവശ്യമുണ്ടോ? ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ? ജയിലിനകത്ത് കണ്ണൂരിലൊരു വ്യക്തി, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഒരുവനെ തൂക്കിക്കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ നല്ല വെള്ളയുടുപ്പും വെള്ളമുണ്ടും അതോടെ നല്ല ഭക്ഷണങ്ങളും എല്ലാം കൊടുക്കുമോ? അങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വായിക്കാൻ പറഞ്ഞു. താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൊല്ലുവാനാ രാജാവ് തന്ന പദ്ധതി. ഉടനെ അപ്പച്ചൻ്റെ മുഖത്ത്, വയോധികൻ്റെ മുഖത്തൊരു മന്ദസ്മിതം. പടയാളികൾ ചോദിച്ചെന്താ, ഭരിക്കാൻ ഭയങ്കര സന്തോഷമാണല്ലോ. പറഞ്ഞു, എനിക്ക് ഭാരമൊന്നുമില്ല, മരണമല്ല, എന്നെ വിടുവിക്കുവാൻ സർവശക്തനുണ്ട്. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ എന്ത് ചെയ്തു? യെരുശലേമിനെ ആക്രമിച്ചു. 4 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഒരുവൻ്റെ പേര് ദാനിയേൽ, ബാബേലിൻ്റെ സൈനിക കോളേജ്. മറ്റേ 3 കുഞ്ഞുങ്ങളുണ്ട്, ശദ്രക്, മേശക്, അബേദ്നെഗോ. അവർ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് ദുരാശു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞ ബിംബത്തെ വണങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കരമുയർത്തി. എന്താ പറഞ്ഞത്? ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ല. അപ്പോഴാ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയത്. ഇന്ന് രാത്രി ശദ്രക്കിനോടും മേശക്കിനോടും ചേർന്ന്, രോഗം മാറിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. എത്ര പേരുടെ കരമുയരും? അമ്മാമേ, ക്യാൻസർ മാറിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. അച്ചായ, വീട് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. സിസ്റ്റർ, കുഞ്ഞിൻ്റെ കല്യാണം നടന്നില്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. സ്വോത്രം. നിനക്ക് വേണ്ടിയ ദൈവത്തിൻ്റെ കരമിറങ്ങി വരുന്നത്. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി. വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. വയോധികനെ എന്ത് ചെയ്തു? തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് അവിടെ കൊണ്ട് വലിച്ചിട്ട് കഴിഞ്ഞു. ചില നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണം കാണുവാൻ കാത്തിരുന്നു. കുട്ടുകത്തിന് ചുറ്റും ആ പടയാളികൾ നിൽക്കും. 9 മിനിറ്റ് കഴിയുമ്പോൾ ആ എലുമ്പ്, തമിഴിൽ പറഞ്ഞാൽ എന്താ, എലുമ്പ് തൂക്കിയെടുക്കതൊക്കെ കാത്തിരിക്കുക. പക്ഷെ ഒരു കാര്യം, 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ തല ഉയർത്തുന്നു. അവരോട് പറഞ്ഞു, മക്കളെ, കയ്യിൽ വല്ല പുതപ്പുണ്ടോ? ഇതിനകത്ത് ഞാൻ നല്ല തണുപ്പാ, ഞാനങ്ങ് കിടക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക, കർത്തൃദാസനെ, ഊളിയക്കാര് ശരീരത്തുക്കുള്ള കത്തി കയറിയിട്ട് മരിച്ചില്ല, തീർന്നില്ല, എണ്ണയ്ക്കകത്ത് വീണിട്ട് മരിച്ചില്ല. അപ്പച്ച, അമ്മച്ചി, കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, എണ്ണയ്ക്ക് നല്ല തിളപ്പുണ്ട്. എന്തുകൊണ്ട് വയോധികൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി നിന്നെപ്പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഏതൊക്കെ സർജിക്കൽ റൂമിൽ കടന്നാലും, ഏതൊക്കെ വെന്റിലേറ്ററിൽ കിടന്നാലും, രോഗത്തിൻ്റെ അവസ്ഥ 4-ാമത്തെ സ്റ്റേജ് ആയാലും, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങി വരുന്നത് വരെ നിന്നെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തികൾക്കും കഴിയത്തില്ല. ശംദര ദിഗജാന ബൗഡാരവ ശംദുര്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി രോഗമല്ല വലുത്, യേശുവിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി നിന്റെ ശാപങ്ങളെ പൊട്ടിച്ചറിയുവാൻ കാൽവറിയിലെ കരം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുക. ഒരുപക്ഷെ ഇന്ന് രാത്രി നിന്റെ
പതനം കാണുക നാട്ടുകാർ കാത്തു നിൽക്കുക. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ ദൂഷ്ടപിശാച് കാത്തു നിൽക്കുക. നിന്റെ വീട്ടിനകത്ത് കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ തളർന്ന് കിടക്കുന്നത് കാണുവാൻ മന്ത്രവാദികൾ കാത്തു നിൽക്കുക. എന്നാൽ അതിന്റെ നടുവിലും കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല പോലെ നിന്റെ കുടുംബത്തിന്റെ തലകളെ ഉയർത്തുക. ഒരപ്പച്ചന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന ദൈവകരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്നെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ദൂഷ്ടപിശാചിന് കഴിയത്തില്ല. കരം ഉയർത്തുന്നവർക്കായി പർവ്വതങ്ങൾ ഇന്ന് രാത്രി ചെമ്പൂരിൽ നിന്റെ മുൻപിൽ മാറ്. വലിയ വഴിയിൽ നിന്റെ മുൻപിൽ കുന്നുകളെല്ലാം ഇടിഞ്ഞു താഴ്. എന്നാൽ നിന്റെ പുരയ്ക്കകത്തുനിന്ന് നിന്നെ ഇറക്കിക്കൊണ്ട് വന്ന ദൈവത്തിന്റെ ദയ, ദ കൈൻഡ്നെസ്, ആണ്ടവരാകിയ ദേവൻ വല്ലമായി ഇന്ന് രാത്രി നിന്നെ പുരയ്ക്കകത്തുനിന്ന് കൊണ്ടുവന്നെങ്കിൽ ഹിന്ദിക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ അപ്പനെ കോ ഘർ സേ ബാഹർ ലായ പരമേശ്വർ കാ ചങ്കാൽ കിസി ടൈമോ നൈ ചോടേഗ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ വാക്ക് മാറുന്ന ദൈവമല്ല. ദ പ്ലാൻ ഓഫ് ദ ഗാഡ്, ദ പർപ്പസ് ഓഫ് ദ ഗാഡ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ഇന്ന് രാത്രി രോഗമല്ല വലുത്, ശാപക്കെട്ടുകളല്ല വലുത്, അന്ത്യം വരെ എന്നെ വഴി നടത്തുവാൻ മഹാദൈവം എൻ്റെ കൂടെയുണ്ട്. നല്ല രാത്രി ദാവീദിൻ്റെ പ്രോമിസിനെ പറ്റി പറഞ്ഞു. ഇന്ന് രാത്രി ഒരു പ്രോമിസ് പറഞ്ഞു വേഗത്തിൽ നാം സഞ്ചരിക്കാം. എന്താ രണ്ടാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത്? യാക്കോബിൻ്റെ സന്തതികളിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു യോസഫ്. യോസഫിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാം? അവൻ അപ്പനോട് ചേർന്ന് നിന്നവൻ ആ പേടക്കിടക്ക് ചേട്ടന്മാരുടെ നുണയും ചെന്ന് അപ്പൻ്റെ ചെവിയിൽ പറയുമായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് യോസഫിന് ഒരു നിലയെങ്കിൽ ധരിച്ചു. അപ്പം തന്നെ ചേട്ടന്മാർക്ക് വലിയ വിഷയമായിപ്പോയി. സ്വോത്രം. അങ്ങനെ ഇന്നപ്പോൾ യോസഫ് എവിടെ വെള്ളറുടെയും മറ്റോ ഉപവാസത്തിന് പോയി. ഇപ്പോൾ ഒരു ദർശനമൊക്കെ കിട്ടി. അവൻ്റെ കറ്റ ഉയർന്നു നിൽക്കുന്നത്. അപ്പോഴാണ് വിഷയം കൂടിയത്. ആ സമയത്താണ് നമ്മുടെ ചേട്ടന്മാർ 10 കാണിയിൽ ആടിനെ മേയ്ക്കാൻ പോയി. മനസ്സിലാകുന്നവർക്കായി കട്ടകാലത്തിന് കോവിഡ് വന്ന് ഇവിടുന്ന് നമ്മുടെ തേക്കുപാറയിൽ തൊട്ട് പോലീസ് അങ്ങോട്ട് വിടത്തുമില്ല, തമിഴ്നാട്. അപ്പം കോവിഡ് കേസ് അന്ന് 36 കോവിഡ് കേസ് 2000 ആയപ്പോൾ യോസഫ് ഒരു കാര്യം ചെയ്തു. വെള്ളറുടെ ചെന്നിട്ട് ഒരു പെർമിഷൻ മേടിച്ചു. എവിടെ പാന ചേട്ടന്മാർക്ക് പലവഞ്ഞണം കൊടുക്കുക. ഒരു പെട്ടിയാട്ടോയ്ക്കകത്ത് അരിയും പലവഞ്ഞണോ പാമോയിലുമായിട്ട് പടപട കൂട്ടപ്പൂ തേക്കുപാറ വഴി കയറി. മനസ്സിലാകുന്നവർക്കായി ചേട്ടന്മാർ ബൈനോക്കുലർ വെച്ച് 10 കാണി കണ്ടു. ഉടനെ ചേട്ടന്മാർ പറഞ്ഞു യവനെ ഒതുക്കണം. മനസ്സിലാകുന്നവർക്കായി ഞങ്ങളുടെ പാസ്റ്റർമാർ പറയുന്നില്ല ഈ സ്ഥലം മാറ്റത്തി യവനെ ഒതുക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുപോലെ ചേട്ടന്മാർ പറഞ്ഞത് മനസ്സിലാകുന്നവർക്കായി പാവപ്പെട്ട യോസഫ് അവിടെ ചെന്ന് അരി പലഞ്ഞനൊക്കെ മേടിച്ചു. എന്നിട്ട് അവന്മാരെന്തോ ഇതെന്നറിയാവോ? പാവപ്പെട്ട യോസഫിനെ എവിടെ തട്ടിയെന്നറിയാവോ? പൊട്ടക്കിണറ്റിനകത്ത്. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിൽ വീഴും. ഭാരപ്പെടണ്ട. പൊട്ടക്കിണറ്റ് വീണപ്പോൾ അവൻ അതിനകത്ത് കാണുന്നത് പല്ലി, പാമ്പ്, ചെരുപ്പിൻ്റെ ബാറ്, തനിക്ക് മുമ്പേ പോയവരുടെ ശരീരഭാഗങ്ങൾ. എന്നാൽ വാഗ്ദത്തമുള്ളവൻ, ദർശനമുള്ളവൻ, ദൈവത്തിന് ഒരുവനെ പറ്റി പ്ലാൻ ഉണ്ടെങ്കിൽ നീ പൊട്ടക്കിണറ്റിൽ അധിക ദിവസം കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. ദൂതേറ്റെടുക്കുന്നവർക്ക് നിന്റെ പരാജയം കാണുവാൻ ചേട്ടന്മാർ കാത്തു നിൽക്ക്. നിന്റെ പക്കത്തുള്ളവർ നിന്റെ പരാജയം കാണുവാൻ കാത്തു നിൽക്ക്. നീ കുഴിയിൽ വീണാൻ അവർ കാത്തു നിൽക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരുവാ. എന്ന് രാത്രി യോസഫിൻ്റെ കണ്ണുനീരിനകത്ത് ദൈവശക്തി ഇറങ്ങിയതുപോലെ കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നാട്ടുകാരെല്ലാം പറഞ്ഞു പുള്ളി തീർന്നെന്ന്. സ്വോത്രം. 2 അവനെ അടിമച്ചന്തയെ കൊണ്ടുപോയി. പനച്ചുമൂട്ടി ചന്തയെ കൊണ്ടുപോകുന്ന പോലെ പാവത്തിനെ അവിടെ നിർത്തി. ഇസ്മായിലെ കച്ചവടക്കാർ കൊല തൂക്കുന്നത് പോലെ അവനെ പേടിച്ചു. 3ാമത് പാവപ്പെട്ടവൻ ഒരു നല്ല സ്ഥലത്ത് ചെന്നു. പൊത്തിപ്പേറിൻ്റെ ഭവനം. അവിടെ നല്ലൊരു അമ്മാമ്മയുണ്ടായിരുന്നു. മനസ്സിലാകുന്നവർക്കായി അമ്മാമ്മ യോസഫിനോട് പറഞ്ഞു നീ എൻ കൂടെ നിൽക്കത്, ഞാനും എൻ വീടും നല്ല പാട്ടും പാടി നിൽക്കാൻ പറഞ്ഞു. അമ്മാമ്മ പറഞ്ഞു ആപ്പിളിൻ്റെ അയ്പോന്നിനും തരാം, അൽപ്പകാമും കുഴിമന്തിയും തരാം. മനസ്സിലാകുന്നവർക്കായി ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരാന്ന് പറഞ്ഞു ആൻറ്റി ഞങ്ങൾ കൂടെ ഇരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്കായി യോസഫിന് പിടികിട്ടി ഈ ആൻറ്റിയുടെ കൂടെ ഇരുന്നാൽ ഞാൻ അക്കരെ നാട് കാണത്തില്ല. ഒരു സുപ്രഭാതത്തിൽ യോസഫ് മതിലിയാടി. നെയ്യാറ്റിൻകര ഭാഷയെ പറഞ്ഞാൽ യോസഫിൻ്റെ പേശി ആൻറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേസ് പോയത്. മനസ്സിലാകുന്നവർക്കായി യോസഫ് വിചാരിച്ച് പേശി പോയാലും വേണ്ട, പനച്ചുമൂട്ടി രാമചന്ദ്രൻസിൽ നിന്ന് പേടിക്കാമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. ആ കൈലിയാണ് യോസഫിനെ കുടുക്കിയത്. സ്വോത്ര. 4ാമത്തെ കാര്യം അവ എവിടെ ചെന്നെന്നറിയാമോ? കാരാഗ്രഹത്തിനകത്ത് ചെന്ന് വീഴുക. 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ അപമാനിതനായി, 4 കാരാഗ്രഹത്തിൽ കിടക്കുക. ഇന്നത്തെ കണക്ക് പൂജപ്പുരയിലെ ചിക്കനോ ചപ്പാത്തിയോ വല്ലതും ഉണ്ടോ? അവൻ കിടക്കുന്നത് പട്ടിണി കഞ്ഞ. പക്ഷേ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സ്വർഗത്തിനറിയ അവൻ ഉയർത്തിക്കൊണ്ടുവരണം. ആരാ ഇറങ്ങി വന്നത്? മഞ്ചങ്കോട്ട തൊഴിലുറപ്പ് തൊഴിലാളിയല്ല, അന്തപ്പുരത്തിലിരിക്കുന്ന അപ്പക്കാരനെ, പാനപാത്രവാഹനെ കാരാഗ്രഹത്തിനകത്ത് ദൈവം കൊണ്ടുവന്നു. ഇതാ ഗോഡ്സ് പ്ലാൻ. മനസ്സിലാകുന്നവർക്ക് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതി
പദ്ധതി ഉണ്ടെങ്കിൽ നീ അറിയാതെ നീ ഇരിക്കുന്ന സ്ഥലത്ത് അന്തഃപുരത്തിനകത്തിരിക്കുന്നവനെ കൊണ്ടുവന്ന് നിന്റെ രേഖകളെ മാറ്റി എഴുതുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ ഒരു അമിതബലം വെച്ചിട്ടുണ്ട്. നിന്നെ തകർക്കാൻ പൊട്ടക്കിണർ പദ്ധതി വെക്ക്, നിന്നെ തകർക്കുവാൻ ചേട്ടന്മാർ പദ്ധതി വെക്ക്. നീ ഉയരാതിരിക്കാൻ ദൂട്ട പിശാചി നിനക്കെതിരെ മന്ത്രവാദവും തന്ത്രവാദവും കൊണ്ടുവരും. ഒരുപക്ഷെ നീ കാരാഗ്രഹത്തിൽ കിടന്ന് മരണം കാണുമെന്ന് നിന്റെ ചേട്ടന്മാർ വിധി എഴുതും. അതിന്റെ നടുവിലും നിന്റെ രേഖകളെ മാറ്റി എഴുതുവോ. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പ്രാർത്ഥിക്കുവാൻ ഒരു മൊർദെഖായി ഉണ്ടെങ്കിൽ കൊട്ടാരത്തിനകത്ത് രേഖകളെ മാറ്റി എഴുതുക. സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. ഇന്ന് രാത്രി സിസ്റ്റർ ദൂതേറ്റെടുക്കണം. എസ്തേറേ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏത് അന്തഃപുരത്തിനകത്ത് നിന്നാൽ നിന്റെ കണ്ണുനീരിന്റെ നടുവ് നിന്റെ കുടുംബക്കാരെയും കൂട്ടക്കാരെയും ഉയർത്തുക. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ കര അഗശരോഷന്റെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങിയതുപോലെ പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തുക. കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങി വരിക. ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നെ തകർക്കുവാൻ ദൂട്ടപിശാച് പദ്ധതി വെക്ക്. നിന്റെ പരാജയം കാണുവാൻ നാട്ടുകാർ പദ്ധതി വെക്ക്. അതിന്റെ നടുവിൽ മുട്ടുമടക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? രൂത്തിന്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി മൊർദെഖായിയുടെ ഉപവാസത്തിൽ ഒരു കരമിറങ്ങിയെങ്കിൽ, സിംഹക്കുടിയിൽ കിടന്ന ദാനിയേലിന്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി എന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിലവിളിക്കുമ്പോൾ അവരെ ഉയർത്തിക്കൊണ്ട് വന്ന ദൈവം എന്നെ ഉയർത്ത്. 2026 ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഓർക്കേണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാരെ നിന്നെ തള്ളിക്കളയും. എന്നാൽ കാരാഗ്രഹത്തിനകത്ത് മുഴങ്കാൽ മടക്കുന്നവനെ ഉയർത്തുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നു. ഇന്ന് രാത്രി ദർശനങ്ങളെ നിവർത്തിച്ച് കാണുന്നവനാ സ്വർഗത്തിലെ ദൈവം. കുഞ്ഞേ, നീ കാരാഗ്രഹത്തിനകത്ത് പട്ടിണിക്കഞ്ഞ് കുടിക്കുക. സ്തോത്രം. അവസാനം യോസഫിനെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്ത്. എന്താ സംഭവിച്ചതെന്നറിയാവും? അപ്പനോട് ചേട്ടന്മാർ പറഞ്ഞു അവൻ മരിച്ചുപോയി, സ്വത്തും മതിലുമെല്ലാം അടിച്ചു മാറ്റി. ഓർക്കേണ്ടവരെല്ലാം ഓർത്തില്ല, നാട്ടുകാർ ഓർത്തില്ല. ചായമ്മാമേ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴേ, അല്പം കട്ട സഹിക്കുമ്പോഴേ, അപ്പുറത്തൊരു കാര്യം നീ അറിയാതെ നടക്കുക. നീ പട്ടിണിക്കഞ്ഞ് കുടിക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ നിനക്ക് വേണ്ടി ഒരു ചെയർ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. നിന്റെ കാലിനകത്ത് മെതിയടിയില്ല. നീ കാരാഗ്രഹത്തിൽ വെറുതെ കിടക്കുക, പക്ഷെ നിന്റെ ചെരുപ്പ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്വത്രം. ഇന്ന് രാത്രി നിന്റെ കൈകളിൽ ധരിപ്പാൻ സ്വർണ്ണ സരിപ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി, നാളെയും കൂടെ ഇവിടെ യോഗമുള്ളൂ. ഇന്ന് രാത്രി വിളിക്കപ്പെട്ട ദൈവമക്കൾ പറയണം, എൻ്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. യെസ്, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ രേഖകളെ മാറ്റി എഴുതുക. കരം ഉയർത്തുന്നവർക്ക് ദുഷ്ട പിശാച് നിനക്കെതിരെ രേഖകളെ മാറ്റി എഴുതുക. നിന്റെ തലമുറകളുടെ രേഖകളെ മാറ്റി എഴുതുക. ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാൽ, ആരൊക്കെ നിനക്കെതിരെ വേല് കെട്ടിയാൽ, നീ പ്രാർത്ഥിക്കുന്ന മുന്തിരി വള്ളിയെങ്കിൽ കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ ചേട്ടന്മാർ കെട്ടിയ മതിൽ, നിന്റെ നാട്ടുകാർ കെട്ടിയ മതിൽ, നിന്റെ ശുശ്രൂഷക്കെതിരെ ദൂട്ടപിശാച് കെട്ടിയ മതിലുകൾ ഇന്ന് രാത്രി മാറ്റിക്കൊണ്ട് യോസഫിനെ പാടി കടത്തിയതുപോലെ, യോസഫെ നീ ഫലപ്രദമായ ഒരു മുന്തിരി വള്ളിയാ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, ഞാൻ കാരാഗ്രഹത്തിനകത്ത് കിടക്ക്, വിഷമില്ല, അന്തപുരത്തിൽ നിനക്കൊരു കസേര ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ കാലെ ചെരുപ്പ് കാണത്തില്ല, അവിടെ നല്ലൊരു ഷൂ നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിനക്ക് മേൽത്തരമായ വിഭവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേല് കെട്ടിയാലും, ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാ. വിളിക്കപ്പെട്ടിറങ്ങിയ ദൈവമക്കളെ, അത്തിവൃക്ഷം തളുക്കത്തില്ല, ബദാമിനകത്ത് ഫലം കാണത്തില്ല, ഗോശാലകളിൽ കന്നുകാലി കാണത്തില്ല, മുന്തിരിയുടെ വേരുകൾ ഉണങ്ങിപ്പോയി കാണും. എന്നാൽ അതിൻ്റെ നടുവില് യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരാതെ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കും. ഹബക്കൂക്കിനോട് ചേർന്ന് കൊണ്ട് ഇന്ന് രാത്രി എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എൻ്റെ പുകഴ്ചയ്ക്ക് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, എൻ്റെ ഉപവാസത്തിനൊരു മറുപടിയുണ്ട്, എൻ്റെ കാത്തിരിപ്പ് കൂട്ടങ്ങൾക്കൊരു മറുപടിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. യോഹന്നാനെ, വയോധികനായ യോഹന്നാനെ നാട് കടത്തുന്നത് അവസാനമായി ഡൊമേഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സഹോദരൻ, ഈ മനുഷ്യനെ കൊല്ലുവാനേ കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തെ അങ്ങ് നാട് കടത്താം. എന്നാൽ എവിടത്തേക്ക്? ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസ്. അവിടെ ഒളിമ്പിക്സ് ആരംഭിച്ചത്. അവിടെ 60 മൈൽ ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതിൻ്റെ നദിയുടെ പേര് തേംസ് നദി. അതിൻ്റെ ഒത്ത നടുവിൽ ഒരു ദ്വീപ് കാണും, പൂവാർ ഐലൻഡ് കിട്ടുന്ന പോലെ, പത്മോസ് ദ്വീപ്. പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തുന്നു. വയോധികനായ യോഹന്നാൻ അവിടെ ചെന്ന് വീഴുന്നു. 5 കൂട്ടം കാര്യങ്ങൾ, ആകാശം മുട്ട, കരിമ്പന, പച്ചമനുഷ്യ,
മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥികഷം വാർന്ന് നിന്നുന്ന പരുന്ന് തലയൂട്ടിയുടെ ദുർഗന്ധം. അവിടെ മനുഷ്യൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന കാഴ്ചയാ വിശുദ്ധ വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യനന്തിൽ ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശ. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ, മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടില്ല, 5 സ്വർഗം തുറക്കുന്ന കാഴ്ചകൾ. അവസാനം വരുമ്പോൾ 20ലേക്ക് വരുമ്പോഴാ 1000 ആണ്ട് വാഴ്ച. ഇവിടം തൊട്ട് നമ്മൾ ബൈബിൾ ഒന്നുകൂടി ചിന്തിക്കുന്നു. 1 ബൈബിളിനകത്ത് 10 യുഗമുണ്ട്. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. നാളെ പറഞ്ഞു തരാം. കൃപായുഗം തീരാറായി. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും, 2 ഒരന്തിമ യുദ്ധമുണ്ടാകും, 3 ഒരുവൻ ഭരണത്തിൽ വരും. അത് കഴിയുമ്പോൾ 4 യുഗങ്ങളുണ്ട്. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച. അങ്ങനെയെങ്കിൽ ഞാൻ ന്യായാസനങ്ങളെ തുറന്നു. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു മൃഗം എഴുന്നേറ്റു വരും. ശ്രദ്ധയോടെ ഇരിക്കണമേ. അതിനാസ്പദമായി യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം ബൈബിൾ കൂടെ മത്തായി സുവിശേഷം 24 3 4 5 ഇവിടെ ശ്രദ്ധ പതിപ്പിക്കണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. മത്തായി 24 32 33 34. ഇതാണ് ഇന്നത്തെ ലോക സംഭവങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളർക്കുമ്പോൾ അടുത്തുവല്ലോ. ഇന്ന് രാത്രി ഇസ്രയേൽ എന്ന രാഷ്ട്രം 7 രാഷ്ട്രങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസവും ഞാൻ സൂചിപ്പിച്ചു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ നടുവിൽ ഒരു സംഭവം നടക്കും. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. അതിനാസ്പദമായി ഒരു യുദ്ധത്തിൻ്റെ ശങ്കുലി ഇവിടെ മുഴങ്ങാൻ കാലമായി. അതിന് പറഞ്ഞു തരാം. നമ്മുടെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും ഇപ്പോൾ ഇവിടെ വന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ 2 വാക്ക് ശ്രദ്ധിക്കണം. 2024 കഴിഞ്ഞ ഡിസംബർ ട്രംപ് അധികാരത്തിൽ വരാൻ ശ്രമിച്ചു. ആ സമയത്താണ് ഈ പലസ്തീൻ്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, താങ്കൾ ഞങ്ങൾക്ക് മേധാവി ആയിത്തീരണം, റഷ്യ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. 2025 ടോപ്പ് മിലിറ്റൻസ് ഹമാസ് കിൽഡ് ബൈ IDF, യാഗിയ സിൻബർ, ഇസ്മായിൽ ഖനിയ. അപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ റഷ്യയിൽ ചെന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. ഇതാ 3-ാം ലോക മഹായുദ്ധം. ബൈബിൾ എസെക്കിയേൽ പ്രവചനം 38:7-8 ഇസ്രായേലിനെ പറ്റിയ, റഷ്യ നീ അവർക്ക് മേധാവിയായി തീരും, ഏറിയ നാൾ നീ സന്ദർശിക്കപ്പെടും. എന്താ? വാളിനൊഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. ആ ദേശമാ നിരന്തരം ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വതനിര. ഇവിടുത്തേക്ക് അന്തിമ യുദ്ധം വരുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസവും ഞാൻ ഈരാലമോടും ഈ വാക്ക് തന്നെ ഒരു വാക്ക് പറയുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവരും കേൾക്കണം. എന്താ? ഇന്ത്യ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് അടിക്കാൻ പോയി. വൈകിട്ട് പ്ലെയിൻ എടുത്ത് പോയതല്ല. ഈ വാക്ക് ശ്രദ്ധയോടെ. രാവിലെ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് പാകിസ്ഥാൻകാർ 40 പേരെ കയറ്റിയിട്ട് പറഞ്ഞ് നിങ്ങൾ സ്ഥലം വിടണം, യുദ്ധം വരാൻ പോവുക. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഒരു നല്ല AC ബസ്സിനകത്ത് 40 പേരെ വണ്ടി കയറ്റി വാഗ അതിർത്തിയിൽ ചെന്നു. ശ്രദ്ധയോടെ AC ബസ് അവിടെ കടന്നു. ആ സമയത്ത് ഇസ്ലാമാബാദിൽ നിന്ന് ഒരു AC ബസ് വന്നു. ഇന്ത്യൻ പാസ്പോർട്ടുള്ള 40 കോൺസുലേറ്റുമാർ. ആ സമയത്ത് ഒരു സംഭവം നടന്നു. ഈ പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുത്തു, ഇന്ത്യക്കാരെ ഇങ്ങോട്ട് മേടിച്ചു. വാഗ അതിർത്തി അടച്ചു, പതാകയും താർത്തു. വൈകിട്ട് 6:30 ആയപ്പോൾ മിഗും മിറാഷും റാവൽപിണ്ടി, കറാച്ചി, ഇസ്ലാമാബാദ്. അതിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൈമാറ്റം നടക്ക്. ആ കൈമാറ്റത്തിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ ഭക്തന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവാ, 10,000 പേരിൽ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതൊരു ഓപ്പറേഷൻ നേടില്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോന്നു. രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. ഒരുവൻ്റെ കയ്യിൽ ലോകം കൊടുക്കും. ഇനി ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം, കറൻസി, ലോകരാഷ്ട്രങ്ങളുടെ വിഷയങ്ങൾ, ഇതെല്ലാം ആര് കൈകാര്യം ചെയ്യും? അതിനുവേണ്ടി ഒരുവൻ ലോകത്തിൽ വരും. അവൻ്റെ പേരാ മൃഗം. അതിനാസ്പദമായി ഇന്നലെയും വെളിപ്പാട്. അതിന്
ബൈബിളിനകത്ത് വായിക്കാം. ദാനിയേൽ പ്രവചനം എടുത്താട്ട് ഒരുവന്റെ കയ്യിൽ ഭരണം വരുമോ? കുഞ്ഞെടുത്താട്ട് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 23, 24, 25 ന്യൂ വേ വേൾഡ് ഓർഡർ. ഇനി വളരെ സാവധാനത്തിൽ എല്ലാ സയൻസ് അതുകൊണ്ട് വളരെ പതിയെ പോകും. ന്യൂ വേ വേൾഡ് ഓർഡർ കുഞ്ഞു വായിക്കാം. ദാനിയേൽ 8, 23, 24, 25 വായിക്കാം. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ, ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഇവനാ വരാൻ പോകുന്ന മൃഗം, ബീസ്റ്റ്. ഇതാ വരുന്നു, ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്തത്, അവന്റെ അധികാരം വലുതായിരിക്കും. അതാ ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്റർനെറ്റ് വഴി അവൻ ലോകം ഭരിക്കും. എന്റെ ബാക്കി ഭാഗം എന്ന് പറയും. അടുത്തത്, സ്വന്തം ശക്തിയാലല്ല താനും പിശാച് അവന്റെ ശക്തി കൊടുക്കും. അടുത്തത്, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായ അതനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭരണാധികാരി അത്തി തളിർത്തു കൊമ്പിളതായി. ഇതെല്ലാം മഞ്ചങ്കോട ദൈവമക്കൾ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ മൃഗം ഭരണത്തിൽ വരാൻ പോകുന്നു. അടുത്ത വാക്ക് വായിക്കാം. അവൻ നയബുദ്ധിയാൽ എല്ലാവരെയും കയ്യിലാക്കും. അതുകൊണ്ട് ഇന്നലെ മതത്തിന്റെ കാര്യം, ജാതിയുടെ കാര്യം എല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു. നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് സ്വചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും മതി. എല്ലാവരെയും നശിപ്പിച്ച് കളയുന്ന ഒരു ഭരണാധികാരി ഇവിടെ വരാറായി. ഇന്നലെ രാത്രി ഒരു കാര്യം പറഞ്ഞു. ഒന്നാമത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ തൊട്ട് സമാധാനത്തോടെ ചിന്ത. സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് വെളിപ്പാട് കിട്ടത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താന് 3 ഘടകമുണ്ട്. 1 സാത്താൻ, 2 എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. ദാ വരുന്നു വെളിപ്പാട് 13:11. കുഞ്ഞു വായിച്ച സൈഡ്. 2-ാം മൃഗം വായിക്കാട്ടെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 1-ാം മൃഗം സമുദ്രം, 2-ാം മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. മതി. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. മലയാളം 1 ലോക ജനതയോട് അവൻ ഐക്യപ്പെടും. അടുത്തത് 2 രാഷ്ട്രീയക്കാരോടും മതക്കാരോടും ഐക്യപ്പെടും. ഇതുകൊണ്ട് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ 1-ാം ഭാഗം ഇന്നലെ ഞാൻ സംസാരിച്ചു. ഇന്ന് രാത്രി 2-ാം ഭാഗത്തിൻ്റെ 2 തലങ്ങൾ പറയുമ്പോൾ രാത്രി അവസാനിക്കുക. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ വരും, അഥവാ റോബോട്ട് എഴുന്നേറ്റ് വരും. ഇതാ ഇന്ന് രാത്രി വരാൻ പോകുന്ന സംഭവങ്ങളുടെ നിറവിൽ നാം ചിന്തിക്കുന്നത്. വായിക്കാം വെളിപ്പാട് പുസ്തകം. ഇനിയുള്ള കാര്യങ്ങളെല്ലാം സമാധാനത്തിൽ കേൾക്കണം, സ്പീഡ് പോകത്തില്ല. വെളിപ്പാട് 13:15 വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും അവിടെ നിൽക്കട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക. എല്ലാവരും കേൾക്കണം. ഒരു 10 വർഷം മുമ്പ് ഞാൻ ചെമ്പൂരോ വെള്ളറടയിലോ വന്ന്, എല്ലാവരും ഇത് കണ്ടോണം, വേറെ നോട്ട്സ് തരാം. ഞാൻ പറയാം, റോബോട്ട് സംസാരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പാസ്റ്ററിന് എന്തോ പറ്റിയെന്ന് പറയും. 2018 സൗദിയിൽ നിന്നൊരു പെൺകുട്ടി വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് മനസ്സിലാകുന്നവർക്കായി. 2 സോഫിയ ചാറ്റ് GPT ഗ്രോക്ക്. ദാണ്ട് അവൾ സാരി ഉടുത്തു. ഇന്ന് പ്രത്യേകമായി നമ്മുടെ മൊബൈലിലെ OP മെറ്റ ഫേസ്ബുക്ക് പോലെ അവൾക്കൊരു പ്രത്യേക ബുദ്ധിയും കിട്ടിക്കഴിഞ്ഞു. ചാറ്റ് GPT ഗ്രോക്ക്. 2 3 സൗദി പൗരത്വം നേടി സോഫിയ. സൗദിക്കാർ പാസ്പോർട്ട് കൊടുത്തു. ചെമ്പൂര സോമൻ ചേട്ട 25 വർഷം കല്ല് ചുമന്നിട്ട് പാസ്പോർട്ട് കൊടുത്തു. ഒരു ഇക്കാമ പോലും സൗദിക്കാർ കൊടുത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി ഇതാ കിടക്കുന്ന സൗദി പൗരത്വം റോബോട്ടിന്. 4-ാമത്തെ കാര്യം, സാരിക്കാരിയായി സോഫിയ റോബോട്ട് മുംബൈയിൽ വീണ്ടും വന്നു. ചെറുപ്പക്കാർ ചോദിച്ചു, എന്താ ആഗ്രഹം? കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് റോബോട്ടിന്. കലികാലം മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ദാണ്ട് തിരുവനന്തപുരം ജില്ല പിള്ളേർ ഇതൊക്കെ കാണണം. വട്ടിയൂർക്കാവ് വ്യോമമിത്ര, ഒരു പെൺകുട്ടിയെ വട്ടിയൂർക്കാവ് നെട്ടയത്തുനിന്ന് ISR ലഭിച്ചു. അവളിന്ന് ബാംഗ്ലൂരിൽ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സംവദിക്കുന്നു. അതിൻ്റെ അർത്ഥം മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ ബൈബിൾ. കമ്പ്യൂട്ടറില്ല, ഇൻ്റർനെറ്റ് ഇല്ല, 4G ഇല്ല, 5G ഇല്ല, ഇവിടെ സാറ്റലൈറ്റ് ഇല്ല, മൊബൈലില്ല, ഇൻസ്റ്റാഗ്രാമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൻ്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗം പറഞ്ഞു, എഴുതിക്കോ കുഞ്ഞ്, റോബോട്ട് സംസാരിക്കും. ഓൺലൈനിൽ നാട്ടുകാരും വീട്ടുകാരും കേൾക്കുന്നവരെ പ്രസംഗിക്കുന്നവൻ മാറ്, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. 2 ഇവിടെ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇതിന്റെ പേരാ ബ്ലൂ ബ്രൈറ്റ്. ഇവിടെ നല്ലൊരു ചിന്തയാ.
യോഹന്നാൻ 16:2 മോളെ ഞാൻ പറയുമ്പോൾ ഒന്ന് വായിച്ച് സഹായിക്കണം. അത് ഞാൻ മറന്നുപോയ വാക്യ. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിൻ്റെ പേര് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനാസ്പദമായി ബ്ലൂ ബ്രൈൻ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ സോവിയ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേര് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജെഫ്രി ഹിൻഡൻ. അദ്ദേഹം എവിടെ പോയെന്നറിയാമോ? ഇപ്പോൾ കാനഡയിൽ പോയി അദ്ദേഹം വീട്ടിലിരിക്കുക. കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചു, സാറെന്താ ഇപ്പോൾ റോബോട്ടുമായിട്ട് സമ്മതിക്കാത്തതെന്ന്. അപ്പോൾ പറയാം, കട്ടകാലത്തിന് എന്നെ കയറി കൊല്ലുമെന്ന് മനസ്സിലാക്കുന്നവർക്കായി. റോബോട്ടിന് വല്ല കാര്യമുണ്ട്. അതുകൊണ്ടാണ് അവൻ ജെഫ്രി ഹിൻഡൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകാർക്ക് അറിയാം. ഇന്ന് കാനഡയിൽ പോയി ഒളിച്ചിരിക്കുന്നു റോബോട്ടിനെ ഉണ്ടാക്കിയ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? ബ്ലൂ ബ്രൈൻ മനസ്സിലാകുന്നവർക്കായി. സാത്താൻ്റെ ഇഷ്ടം എന്താ? അവൻ്റെ ഇഷ്ടം ആരാധന. ഇവിടെ ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാൻ പോവുക. എല്ലാവരും കേൾക്കണം. എന്താണെന്നറിയാമോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ് ഈ ദുരാസു സമഭൂമിയിൽ കൊണ്ടുപോയപ്പോൾ നെബൂഖദ്നേസർ സ്വോത്രകാഴ്ചയല്ല മേടിച്ചത്. എല്ലാവരും കേൾക്കണം. ഇല്ല കിളിയൂരോട്ട് വരുമോ? സ്വോത്രകാഴ്ചയല്ല മേടിച്ചത്. എന്താ മേടിച്ചതെന്നറിയാമോ? നെബൂഖദ്നേസർ പറഞ്ഞു, ഒന്ന് വണങ്ങിയേക്കാൻ. നമ്പർ 1. 2, യേശുവിന് ഉയർന്ന മലയെ കൊണ്ടുപോയി പിശാച് ബൈനോക്കുലറി കാണിച്ച് യേശുവിനോടൊന്ന് വണങ്ങിയേക്കാൻ പറഞ്ഞു. സാത്താൻ്റെ ഇഷ്ടം ആരാധന. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏത് രീതിയിലും മനുഷ്യനെ കൊല്ലിക്കും. നമ്പർ 1. ഇതിൻ്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞ സാത്താൻ ആരാധന. നമ്പർ 1 തിരുവനന്തപുരം. കേട്ടോണം എല്ലാവരും കേട്ടോണം. തിരുവനന്തപുരം പാളയം MM ചർച്ച്, കാടൽ ജിൻസൺ രാജ. അവൻ പോയത് അപ്പൻ പ്രൊഫസർ, അമ്മ ഡോക്ടർ, സഹോദരി കരോലിൻ, വീട്ടിലൊരു വേലക്കാരി. ഓസ്ട്രേലിയയിലും റഷ്യയിലും പഠിക്കാൻ പോയി. പഠനം ഉപേക്ഷിച്ചു. സാത്താനെ ആരാധിക്കുന്നവനായി ഇവിടെ വന്നു. 2ാം നിലയിൽ ഒരു റൂം സെറ്റ് ചെയ്തു. രാത്രി മാത്രം പേരൂർക്കടയും കവടിയാറിൽ കൂടെ ബുള്ളറ്റിനകത്ത് പോകും. പകൽ വീട്ടിലിരിക്കും. റൂമിൽ ആരെയും കയറ്റിയല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം 4 പേരെയും തൂണോട് കെട്ടിയിട്ടു. എന്നിട്ട് ഓരോരുത്തരെ കൊണ്ടുപോയി കൊന്നു. പേരൂർക്കട പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അഴിച്ച് അവനെ പച്ചയ്ക്ക് കൊന്നു കളഞ്ഞു. ആരാ? കാടൽ ജിൻസൺ രാജ. കേട്ടോണം. അവന് തിരുവനന്തപുരത്ത് കവടിയാറിൽ സുന്ദരമായൊരു വീടുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 കാണി 10 കാണി അവിടെ ഒരു 14 ഏക്കർ റബ്ബറും തോട്ടമുണ്ട്. ഞാനവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ആൾക്കാർ കാണിച്ച് ഈ കാടൽ ജിൻസൺ രാജയുടെ വീട്ടുകാരെ തോട്ടം മുഴുവൻ. എന്തിനവൻ കൊന്നു? ഇവിടുത്തെ പോലീസ് അധികാരികൾ അവർ പറയുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെന്തോ മാനസിക രോഗമാണ്. ഒരു മണ്ണാങ്കട്ടയില്ല. ഇപ്പോൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അജിയുണ്ട്. ഞങ്ങളുടെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, സുധൻ സ്വാമി. ഇവിടെ മൊത്തം ക്രിസ്ത്യൻ ലൈവ് മീഡിയ ഇട്ട് പടം ഷൂട്ട് ചെയ്യുന്ന സുധൻ സ്വാമി. അവൻ തിരുവനന്തപുരം ജയിലിൽ താൽക്കാലികമായിട്ട് ജയിലിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്വോത്രം. അപ്പോൾ അവൻ കണ്ടു കാടൽ ജിൻസൺ രാജ പേപ്പറും വായിക്കുന്ന TV യും കാണുന്നു. മാനസിക രോഗി എങ്ങനെ പേപ്പർ വായിക്കുന്ന TV കാണുന്നു. സ്വോത്രം. ഇത് തെളിവിന് വേണ്ടിയാണ് പറയുന്നത്. ചിലർ പറഞ്ഞാൽ ഉണ്ടാക്കി പറയുമെന്ന്. സ്വോത്രം. ഈ കുഞ്ഞുങ്ങൾക്കറിയാം സുധൻ സ്വാമിയാണ് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫറും. പൂജപ്പുര ജയിലിൽ കുറേ ദിവസം ജോലി ചെയ്തു പല ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവൻ എന്നോട് നേരിട്ട് പറഞ്ഞ, പാസ്റ്ററെ അവൻ ഒരു വിഷയവുമില്ല, നല്ല വൃത്തിയായിട്ട് കാണുന്നു. നമ്പർ 1. 2, തിരുവനന്തപുരം വേറെ എടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് പിന്നെ 4-ാം ചിറയ്ക്കടുത്ത് ചെമ്പകലീക്കോൾ പറഞ്ഞുതരാം. അവിടെ 3 അധ്യാപകർ. അതിൽ 2 ആര്യ ടീച്ചർ, ദേവി ടീച്ചർ മനസ്സിലാകുന്നവർക്കായി. കോട്ടയത്ത് പാമ്പാടിക്കാരൻ നവീൻ. തിരുവനന്തപുരത്തെ ഞെട്ടിച്ച കാര്യങ്ങളായി പറയുന്നത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആര്യൻ ദേവിയും വലിയ സ്നേഹമായിരുന്നു. 2 വർഷത്തിന് പുറകിൽ ആര്യയുടെ കല്യാണം ഉറച്ചു. വട്ടിയൂർക്കാവിൽ ഒരു അച്ഛൻ്റെ മകളായി ആര്യ, ലാറ്റക്സ് ജോലിയുള്ള. അപ്പം മാർച്ച് മാസത്തെ സ്കൂൾ അടച്ചു. ഇവർ ഏപ്രിൽ പോവുക. ഓഗസ്റ്റിൽ കല്യാണം, മന്ത്രകൂടി മിന്നുമൊക്കെ എടുത്തു. ആര്യൻ ദേവി ടീച്ചർ ജർമ്മൻ പഠിപ്പിക്കുന്നു, ആര്യ ഫ്രഞ്ച് പഠിപ്പിക്കുന്നു. ഈ ദേവി ടീച്ചറുടെ കൂടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ആയുർവേദ മെഡിസിൻ നടത്തിയവൻ നവീൻ. ഇവർ 3 സാത്താനെ ആരാധിക്കാൻ പോകുന്നവരാ. ഏപ്രിൽ മാസത്തിൽ നേരെ അരുണാചൽ പ്രദേശിൽ പോയി. അവിടെ റൂം എടുത്തു. 6 ദിവസം കഴിഞ്ഞപ്പോൾ സാത്താൻ ഗ്രൂപ്പുകാട്ടുകാർ സമ്മതിച്ചു. അവർ പറഞ്ഞു, ഇവിടെ വെച്ച് മരിച്ചാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ അന്യഗ്രഹങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കും. ബാക്കി ഇവിടെ കേൾക്കണം. ആദ്യം ആര്യയെ കൊന്നു. ശരീരത്തിനകത്ത് 666 വരച്ചു. അത് കഴിഞ്ഞ് 8-ാം ദിവസം തൻ്റെ ഭാര്യ ദേവിയെ കൊന്നു. ശരീരത്തിനകത്ത് 666 വരച്ചു. 10-ാം ദിവസം യവൻ തന്നെ കെട്ടിത്തൂങ്ങുന്നതിന് വിട്ട് കാലയിൽ 666. 3 ദിവസം കഴിഞ്ഞപ്പോൾ വാട വന്നു. അരുണാചൽ പ്രദേശ് പോലീസ് വന്നു. 3 മരിച്ചു. തിരുവനന്തപുരത്ത് ഇൻക്വസ്റ്റ്, പോലീസിൽ ജോലിയുള്ളവർക്കറിയാം ഇൻക്വസ്റ്റ് എന്നൊരു പരിപാടിയുണ്ട്. അത് തയ്യാറാക്കാൻ തിരുവനന്തപുരത്ത് ഡെഡ് ബോഡി വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു 666. ഇത് സജു
ചാത്തന്നൂരല്ല, ഏഷ്യാനെറ്റിൻ്റെ FIR-നകത്ത് ആര്യ, ദേവി, അത് കഴിഞ്ഞ് ആര്യ, പാമ്പാടിക്കാരൻ നവീൻ, തീർന്നില്ല കിളിയൂർ, നിങ്ങളുടെ തൊട്ടടുത്ത് സ്വോത്രം. കിളിയൂരിൽ ജോസേട്ടൻ, നല്ല മനുഷ്യൻ, അവിടെ ഇരിക്കുന്നു. ദേവനേശൻ പാസ്റ്ററൊക്കെ ഉണ്ട്. ഞാൻ ഈ കിളിയൂരും മണ്ണാങ്കോണം എല്ലാം പ്രസംഗിച്ചപ്പോൾ ആ പാവപ്പെട്ട ചയമെന്ന് പ്രസംഗം കേട്ട നല്ലൊരു മനുഷ്യനാണ്. അവിടുത്തെ JS പെന്തക്കോസ് ദൈവസഭയ്ക്ക് വേണ്ടി താങ്ങി നിന്നൊരു മനുഷ്യനാണ്. ആള് മരിച്ചാലും ചെയ്തത് പറയണം. സ്വോത്രം. ഇന്നത്തെ പാസ്റ്റർമാർ പലരും പറയത്തില്ല. അവിടെ ഒരു നല്ല ആലയം വരാൻ വേണ്ടി ആ മനുഷ്യൻ ഇടുപ്പിൽ നിന്നൊരു മനുഷ്യനാണ് ജോസച്ചായൻ. സ്വോത്രം. എൻ്റെ പ്രശ്നം കേൾക്കാൻ നാണ്ട് അച്ചായിരിക്കുന്നല്ലേ, നാണ്ട് മോളിരിക്കുന്നല്ലേ എന്ന് കേട്ടതാ ഇവിടെ. എല്ലാവരും കേട്ടോട്ടെ. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു പ്രജിൻ, നിങ്ങൾക്കറിയത്തില്ല. സ്വോത്രം. അവൻ എന്താ, അപ്പനെ കൊന്നു, അമ്മ ഒരു വാക്ക് പറഞ്ഞ് കിട്ടിയിരുന്ന എന്നെയും കൊന്നേനെന്ന് മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ആരാണ്ടൊക്കെ പറഞ്ഞ് കുടുംബകലകമാണ്. കുടുംബകലകമൊന്നുമല്ല, അവനെ പഠിക്കാൻ വിട്ടതാ. ഈ പ്രജിന് പഠിക്കാൻ വിട്ടപ്പോൾ അവനൊരു കാര്യം ചെയ്തു. സാത്താനെ ആരാധിക്കുന്നവരുടെ കൂട്ടുകെട്ടിൽ അവൻ വീണുപോയി. എന്താ സംഭവിച്ചത്? അവൻ്റെ വീട്ടിനകത്ത് 2 ലാപ്ടോപ്പ് 2 ക്യാമറയും സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവർ പറയുന്നൊരു പഠിപ്പീരുണ്ട്, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് പല കാര്യങ്ങളിലും ജോസേട്ടനുമായിട്ട് അവൻ വഴക്കുണ്ടായിരുന്നു. ഒരു രാത്രി എന്താ ചെയ്ത് നിങ്ങൾക്കറിയത്തില്ല. അവൻ എന്താ ചെയ്തതെന്നറിയാം? 28 കുത്ത, എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, 28 കുത്ത ജോസേട്ടനെ കുത്തിയിട്ട് കിളിയൂരിൽ നിന്ന് സുന്ദരമായിട്ട് നടന്ന് വെള്ളറട പോലീസ് സ്റ്റേഷൻ ചെന്ന് സിയുടെ മുമ്പിൽ കത്തി വെച്ചു. സ്വോത്രം. എത്ര ധൈര്യത്തോട് രാഷ്ട്രീയക്കാരനായാലും പോലും അവൻ ജീവനം കൊണ്ട് സ്ഥലം വിടും. ആ CI വല്ലാതെ ഞെട്ടിപ്പോയെന്നാ പറയുന്നത് അവൻ്റെ വാക്ക് കേട്ടിട്ട്. സ്വോത്രം. അവർ വിചാരിച്ച് കുടുംബ കൊലപാതകമാണ്. പക്ഷെ ഒരു കാര്യം അവർ ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റൂം ചെക്ക് ചെയ്തു. റൂം ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് കാര്യം മുഴുവൻ പിടികിട്ടി. ഇവൻ സാത്താനെ ആരാധിക്കുന്നവൻ. തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കിളിയൂരിൽ പഠിക്കാൻ വിട്ട പ്രജിത്ത് മടങ്ങി വന്നിട്ട് പിന്നെ എറണാകുളത്ത് സാത്താനെ ആരാധിക്കാൻ പോയവൻ സ്വന്തം പിതാവിനെ വകവരുത്തി കളഞ്ഞു. മനസ്സിലാകുന്നവർക്കായി. സാത്താന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. അവൻ മനുഷ്യനെ പിള്ളേരെ കയ്യിലെടുത്ത് കൊല്ലും. ബൈബിൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറാണ്. അതുകൊണ്ട് സാവധാനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ മനുഷ്യനെ കൊന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന്? യോഹന്നാൻ 16:2. ഇതാ സാത്താൻ കൂട്ടക്കാരെ പഠിപ്പീര്. കുഞ്ഞൊന്ന് വായിച്ചോട്ടെ. യോഹന്നാൻ 16:2. അവർ നിങ്ങളുടെ പല്ലി ഭ്രഷ്ടന്മാരാക്കും. ഇപ്പൊ ഓസ്ട്രേലിയ കണ്ടില്ലേ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒരപ്പനും മോനൂടെ 16 എണ്ണത്തിന്. ദൈവദാസന്മാരോട് ഞാൻ പറയുക, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ഓസ്ട്രേലിയയിൽ ആരാധനകൾ, പള്ളികൾ പൂട്ടാൻ തുടങ്ങുന്നു. സ്വോത്രം. അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. കൂട്ടപ്പം പാസ്റ്ററെ, ആരാ തോക്കും വടിയായിട്ട് വരുന്നത്? സ്വോത്രം. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പള്ളികളെല്ലാം പൂട്ടും. കൊലപാതകം നടക്കുന്നെന്ന് പറഞ്ഞാൽ വല്ലവരും വരുമോ? അടുത്തതല്ല, നിങ്ങളെ കൊല്ലുന്നവർ. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. മതി മോളെ. അതുകൊണ്ട് ആ പ്രജൻ കിളിയൂരി ഒറ്റ പോക്ക് പോയിട്ട് പറഞ്ഞ് അപ്പനെ കൊന്നു. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. ബാക്കി ജില്ലകളെ ഞാൻ എടുക്കുന്നില്ല. ഞാനടക്കം ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലകളിൽ നടക്കുന്ന ഒരു കാലം. ഇതുകൊണ്ട് ഞാൻ ഉണർവിൽ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് രാത്രി അപ്പം വിചാരിക്കും മക്കളെ പഠിക്കാൻ വിടണ്ടെന്ന്. സ്വോത്രം. നിങ്ങൾ സൺ എഞ്ചിനീയറിംഗ് കോളേജിലോ അണ്ണയിലോ കാട്ടാക്കട ക്രിസ്ത്യൻകളോ വെള്ളറുടെ UITയിലോ കാരക്കോണത്തോ വിട്. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് അനവധി സീനിയർ ദൈവദാസന്മാരിരിക്കുന്നു, പുറകിൽ ദൈവദാസന്മാരിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് വീടും കാറും ഒന്നുമല്ല. സ്വോത്രം. അമ്പൂരിയിലെ തോട്ടമൊന്നും അല്ലതൊക്കെ മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് പ്രാർത്ഥനയാണ്. മനസ്സിലാകുന്നവർക്കായി ഒരു കാര്യം കൂടെ പറയാം. സമയം 2 മിനിറ്റ് എടുത്താലും കേൾക്കണം. ഇതുപോലൊരു സമയം. കേരളത്തിൽ ഏറ്റവും നല്ല അയില കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, പൂവാറിനടുത്ത് പഴവഞ്ചാൽ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പൂവാറിലെ കണക്ക് അയില കിട്ടുന്ന നല്ലൊരു സ്ഥലമില്ല. പൂവാറ് പഴവഞ്ചാലും ഉച്ചക്കടയും ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരോട് റെമോനെ ഷുഗർ ഉണ്ടായാലും വേണ്ടിയല്ല 2 അയില പൊരിച്ചുകൊണ്ട് വരാം. സന്തോഷമില്ലല്ലോ. കാസർഗോഡ് പോയിട്ടും ഇതുപോലുള്ള അയില കിട്ടത്തില്ല. സ്വോത്രം. ഈ അയില കിടക്കുന്ന പൂവാറിലെ കടൽ വെള്ളത്തിലാണ്. വീട്ടിൽ ചിന്നമ്മ സിസ്റ്റർ കൊണ്ടുവന്ന് ഉപ്പൂടെ ചേർത്തില്ലേ ഞങ്ങൾക്ക് വായി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ ഏത് കടലിനകത്ത് വീണാലും കടലിനകത്തൊരു ഉപ്പുണ്ട്, അത് അവൻ്റെ അകത്ത് കയറരുത്. മനസ്സിലാകുന്നവർക്കായി. അത് കയറാതിരിക്കാൻ ദൈവസഭക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ സഭായോഗം ഉള്ളതാണ്. എല്ലാ ദൈവദാസന്മാരും ഇട്ടിരിക്കുന്ന പുറകിലും ഇരിക്കുന്നു. സഭയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. പാസ്റ്റർ പറയും സമയമില്ലെന്ന്. പാസ്റ്ററിന് എന്താ 5 മിനിറ്റ് എടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? എഴുന്നേറ്റ് എന്ന് കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് കരം നീട്ടി പ്രാർത്ഥിക്കണം. ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഷ്ടൻ്റെ കൂട്ടുകെട്ടിൽ ഇവിടെ വീഴരുത്. പരിശുദ്ധാത്മ ശക്തിയിൽ നിറയണം. അത് മാത്രമല്ല
ഇന്ന് രാത്രി സാത്താൻ്റെ കൂട്ടുകാർ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിക്കാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് മറ്റൊരു കാര്യം വേണം. അതിൻ്റെ പേര് അഭിഷേകത്തോടെ അവർ ആരാധിക്കണം. കരമുയർത്തുന്നവർക്കായി ശബരപ ശൗഡല ശന്തര. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന അഭിഷേകത്തോടെ കുഞ്ഞുങ്ങൾ. വി നീഡ് എ ജനറേഷൻ. ഇന്ന് രാത്രി എനിക്ക് അതേ സന്തോഷം. ഞങ്ങളൊക്കെ എപ്പോൾ വീഴുമെന്നറിയത്തില്ല, സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരോട് നമ്മൾ പറയുന്ന കരമടിച്ച് ആരാധിക്കുക എന്നാലേ ഒരു തണുത്തിരിക്കുക, മനസ്സിലാക്കുന്നവർക്ക് ആ സ്വോത്രം. പെൺപിള്ളേരോട് പറയുന്ന കരമടിച്ച് ആരാധിക്കുക, സ്വോത്രം, സന്തോഷമില്ലല്ലോ, സ്വോത്രം. കുഞ്ഞെ നീ നിന്ന് കൊടുത്താൽ മതി, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നീ ദൈവവചനം തുറന്നാൽ മതി, സ്വോത്രം. 13 പേരടക്കി ഞാൻ പ്രസംഗിച്ചിറങ്ങിയതാ. എൻ്റെ ആദ്യമകാലത്തെ ശുശ്രൂഷൻ്റെ കൂടെ എന്ന കുട്ടമ്മ ഭാഷണക്കാരറിയാം, സ്വോത്രം. ദേവനേശൻ ഭാഷക്കാരറിയാം. വലിയ ഡോക്ടറേറ്റ് ഒന്നുമല്ല. ദൈവസന്ധിയിൽ താഴുമ്പോൾ നിന്നെ ദൈവം മാനിച്ചുകൊണ്ടേയിരിക്കും, സ്വോത്രം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം, സ്വോത്രം. അഭിഷേകമുള്ളവനെ പിടിക്കാൻ ഒരു കുഞ്ഞുങ്ങൾക്കും കഴിയത്തില്ല. ഇന്ന് നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താ സംഭവം? ആഗോള വ്യാപകമായി റോബോട്ട് വരും. റോബോട്ടിൻ്റെ പ്രത്യേകത, ഈ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അതിൻ്റെ പേര് ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്നു. ഇതാണ്ട് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. ആരാ? തൊടുപുഴക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ. ഇതാണ്ട് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അതുകൊണ്ട് സയൻസ് വേഗ സമാധാനത്തിൽ പോകുന്നത്. ദൈവമാകുമോ നിർമ്മിത ബുദ്ധി, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതാ തമിഴ്നാട്ടിലെ കോളേജുകളിൽ മൊത്തം ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മാറി AI വരുന്നു. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിൻ്റെ പ്രത്യേകത ബ്ലൂ ബ്രെയിൻ. അങ്ങനെയെങ്കിൽ ഈ ബ്ലൂ ബ്രെയിൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം വന്നായിരുന്നു, ഒരു കളി വന്നായിരുന്നു, സാത്താൻ്റെ കളി, ബ്ലൂ വെയിൽ. മനസ്സിലാക്കുന്നവർക്കായി, പത്രം വായിച്ചവർക്കായി അത് കേരള ഗവൺമെൻറ് നിർത്തി. ഇതാണ്ട് ഈ മാറനല്ലൂർ പോങ്ങുമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷനിൽ 9 വയസ്സുകാരൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സുകാരൻ്റെ. അവനെന്താ കെട്ടിത്തൂങ്ങി മരിച്ചതാ. എന്താ സംഭവം എന്നറിയാമോ? അവൻ കളിച്ചു സാത്താൻ ഗ്രൂപ്പുകാരുമായിട്ട്. അവർ പറഞ്ഞ് സമ്മാനം തരാം, ഒരാൾ മരിക്കണമെന്ന്. യവൻ തന്നെ മരിച്ചു, സ്വോത്രം. സമ്മാനം കിട്ടിയോ? സ്വോത്രം. ഇത് തന്നെ, ഇത് പറഞ്ഞു തരാം. ഇരവിപേരൂർ ഒരച്ഛൻ, മർത്തോമാ സഭയിലെ ഒരു അച്ഛൻ. ഇതെല്ലാം ദൈവമക്കൾ കേൾക്കണം. അച്ഛൻ്റെ മകൻ കല്യാണം കഴിച്ചു, ഭാര്യയ്ക്ക് ജോലി. അവൾ പോകുമ്പോൾ അച്ഛൻ്റെ മകൻ സാത്താൻ ഗ്രൂപ്പുകാരുമായിട്ട് കളി. ആ ഓൺലൈൻ കളിച്ചപ്പോൾ പറഞ്ഞു, സാത്താൻ ഗ്രൂപ്പുകാർ പറഞ്ഞു, നീ ജയിച്ചു, പക്ഷെ ഒരാളെ കൊല്ലുന്നത് കാണിച്ചാൽ നിനക്ക് സമ്മാനം തരാം. അവസാനം അവൻ തന്നെ കഴുത്ത് മുറുക്കിയ കൊന്നത്. മനസ്സിലാകുന്നവർക്കായി ഇതാ ഈ സാത്താൻ്റെ പരിപാടി. അതുകൊണ്ടാണ് ഇന്ന് കളികൾ, ബ്ലൂ വെയിൽ, ഒരുപാട് കളികൾ നിരോധിച്ചത്. എന്നാലും വേറെ കളികളുണ്ട്. ഈ പിന്നെ എന്താ PUBG. സന്തോഷമില്ലല്ലോ. രാത്രി 9:30 കുഞ്ഞുങ്ങൾ മൊബൈലിട്ട് അടിച്ചിട്ട് പറയും, വെക്കടാ വെടി, വെക്കടാ വെടി. അതിലത്തെ തോമാച്ചാനയല്ല PUBG, സാത്താൻ്റെ കളി. അതിനകത്ത് മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആ പാടുന്നവർ ചിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് അവരും PUBG അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, സ്വോത്രം. അതുകൊണ്ട് ആ വെക്കടാ വെടി. അതുകൊണ്ട് മമ്മി ഞാൻ കളിക്കട്ടെ, ക്രോസ് ഫയർ, അടി അടി, PUBG, വെടി വെടി, വെക്കടാ വെടി, സ്വോത്രം. ഇതെല്ലാം 6000 കളി മറ്റ് സാത്താൻ്റെ ഉണ്ട്, സ്വോത്രം. ശ്രദ്ധിച്ചോണേ അമ്മച്ചിമാരെ, ഇതെല്ലാം കുഴപ്പത്തിൽ അവസാനം ചാടിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവ്. ഇൻ്റർനെറ്റ് മർഡർ. ഞാൻ ലെബനോണിലേക്ക് പോകുക. ഇപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യനെ കൊല്ലും, മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. നമ്മുടെ ചെമ്പൂരിലൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് വലിയ അടുപ്പം. എല്ലാവരും കേട്ടാട്ടെ. രാത്രി അവർ പിന്നെ ലാപ്ടോപ്പിനകത്ത്, അജിബ്രതൻ്റെ മുമ്പിലിരിക്കുന്ന ലാപ്ടോപ്പ്, പെൺകുട്ടി ലാപ്ടോപ്പിനകത്ത് കയറും, ചെറുപ്പക്കാരൻ ലാപ്ടോപ്പിനകത്ത് കയറും. പല കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പെൺകുട്ടിയോട് ചില കാര്യം പറയും. അവൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൾ എന്താ പറയുന്നതെന്നറിയാമോ? ഒരു സംഭവം പറയും. എന്താ പറയുന്നതെന്നറിയാമോ? അവൾ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിത് പറ്റത്തില്ല. അവൾ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കും. അതിനു മുമ്പ് അവനൊരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിൻ്റെ പേര് വൈറസ് മെസ്സേജ്. മനസ്സിലാകുന്നവർക്കായി. അതിനെ താങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കേട്ടോണം. മലയാളം താഴ്മയോടെ. ഇന്ന് രാത്രി സ്റ്റെബിലിന് ഞങ്ങൾ പാടുക. ആ സമയത്ത് നമ്മുടെ കുമാർ ബ്രദറിൻ്റെ മകൻ അവിടെ നിന്ന് മോണിറ്റർ ചെയ്ത, ഞങ്ങളുടെ ശബ്ദം കൂടിയാൽ ഈ ബോക്സിനല്ല കുഴപ്പം, ആംപ്ലിഫയർ പച്ചക്കങ്ങ് കത്തിപ്പോവും. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ എന്താ സംഭവം? സയൻസ് കൂടെ പറഞ്ഞു തരാം. അവൾ ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു മെസ്സേജ് വരും. ഒരു ലാപ്ടോപ്പിന് 5 കാര്യങ്ങളാണ് ഉള്ളത്. 1 സ്ക്രീൻ, 2 സൈഡിലെ ബൾബ്, താഴെ കാണുന്ന ആ ലാപ്ടോപ്പിൻ്റെ ബോർഡിനകത്ത് 3 കാര്യമുണ്ട്. 1 മൈക്രോ പ്രോസസ്സർ, 2 കീപാഡ്, അടിയിൽ ലിഥിയം ബാറ്ററി. മനസ്സിലാകുന്നവർക്കായി. ഈ മെസ്സേജ് മൈക്രോ പ്രോസസ്സറാണ് ഫീഡ് ചെയ്യുമ്പോൾ ഇത് വല്ലാത്തൊരു മെസ്സേജ്, താങ്ങാൻ കഴിയത്തില്ല. ബാറ്ററി ചൂടാവും. ആ സമയത്ത് സ്ക്രീൻ പൊട്ടിത്തെറിക്കും. മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ പറയാം.
എല്ലാവരും കേൾക്കണം. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി ഇതാ കിടക്കുന്നു. അതിനാസ്പദമായി ഈ മൊബൈലുകൾ പൊട്ടിത്തെറിക്കുമോ? തൃശ്ശൂർ തിരുവല്ലാമല ഒരു 8 വയസ്സുള്ള മോൾ ആദിത്യ, അച്ഛൻ്റെയും മകൻ്റെയും ഒരു മകൾ, അവൾ കമ്പ്യൂട്ടർ കളിച്ചു, ചൂടായി രാവിലെ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കർണാടകയിലെ തുംകൂർ 18 വയസ്സുകാരി പെട്രോൾ പമ്പിൽ വന്നു, മൊബൈലിൽ സംസാരിച്ചു, ചൂടായി, മൊബൈൽ കത്തി, പെട്രോൾ പമ്പ് കത്തിപ്പോയി. മലയാളം. കിളിയൂരും നമ്മുടെ വെള്ളറുടെയും മണ്ഡപത്തെയും കടവും പെട്രോൾ പമ്പ്. അവിടെ ചെന്ന് പെട്രോൾ പമ്പിൽ നിങ്ങൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ അവിടെ എണ്ണ അടിക്കുന്ന പെങ്കുച്ചു പറയത്തില്ല, ചേട്ടൻ പുറത്ത് നെല്ല് ബൈക്ക് ഞാനങ്ങ് കൊണ്ടുതരാം, മനസ്സിലാകുന്നവർക്കായി. അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതെല്ലാം അറിയാം, അന്ത്യകാലത്ത് ഇതെല്ലാം പൊട്ടിത്തെറിക്കുക. അത് കഴിഞ്ഞിട്ട് കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചു. സിസ്റ്റർ എங்கே இருக்குது? ചെന്നൈയിൽ അരുமையான ഒരു വാലിബൽ. എൻ്റെ മൊബൈലുക്കുള്ള പേശ് പോകുന്നത് ചെന്നൈ പട്ടണത്തിൽ വാഗണർ കാർ കത്തിപ്പോയി. എല്ലാവരും കണ്ടു മൊബൈൽ പൊട്ടിത്തെറിച്ച്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറ്റമായുധമല്ല, ഇന്റർനെറ്റ് മർഡർ, ബാറ്ററി പൊട്ടിത്തെറിച്ച് ഈ ലോകം. അതിനാസ്പദമായി ഇപ്പം നമ്മുടെ ടെലിഫോണിനകത്തെല്ലാം ഒരു വിഷയം വരുന്നുണ്ടല്ലോ. ആ ടെലിഫോണിനകത്തൊരു വിഷയം എന്താ പറയുന്നതെന്നറിയോ? പറഞ്ഞുതരാം. എന്താ? അറിയാത്ത കോൾ വന്നാൽ എടുക്കരുത്. സന്തോഷമില്ലല്ലോ? ലോട്ടറി അടിച്ചു. ലോട്ടറി അടിക്കാത്തവൻ എങ്ങനെ ലോട്ടറി അടിക്കുന്നത്? സ്വോത്രമില്ലല്ലോ? ലോട്ടറി അടിച്ചു ഇത് പറഞ്ഞ് KYC ഇങ്ങനൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സിസ്റ്റം ഹാക്കാക്കും. അമ്മാമ്മ എവിടെങ്കിലും കയറി എസ് നെക്കിക്കഴിഞ്ഞാൽ എല്ലാം പോകുമെന്ന് മനസ്സിലാകുന്നവർക്കായി ഓൺലൈൻ തട്ടിപ്പ് സൂക്ഷിക്കുക. ഇപ്പോൾ നമ്മുടെ BSNL പണ്ട് നമ്മുടെ ചിന്നമാമ ഫോൺ എടുക്കുമ്പോൾ മേഘം പൂത്ത് തുടങ്ങി, മോഹം പെയ്തു തുടങ്ങിയായിരുന്നു പാട്ട്. അതൊക്കെ പോയി. അറിയാത്ത കോൾ എടുക്കരുത്, അറിയാത്തവരാരെങ്കിലും വിളിച്ചാൽ എടുക്കരുത്, നിങ്ങളുടെ KYC നമ്പർ കൊടുക്കരുത്, സിസ്റ്റം ഹാക്ക് ചെയ്യും. ഇവിടെ ഒരു ഭാഗം അജി ബ്രദർ ഇതൊന്ന് നോട്ട് ചെയ്തണം, ഇന്ന് എൻ്റെ രാത്രി കൊടുക്കണം, എല്ലാവരും കേൾക്കണം. ഇന്നത്തെ കേരളത്തിലെ ഓൺലൈൻ തട്ടിപ്പ് ഇതൊന്ന് പ്രത്യേകിച്ച് എടുത്തോണം. സോദരം, കഴിഞ്ഞ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഇപ്പോൾ പറഞ്ഞുതരാം. ഇന്ന് കേരളം മുഴുവൻ പൈസ തട്ടിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ പറഞ്ഞുതരാം, എല്ലാവരും കേൾക്കണം. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ബോംബെയിൽ നിന്നൊരു കോള് വന്നു. എല്ലാവരും കേൾക്കണം. എന്നോട് എൻ്റെ ഒഫീഷ്യൽ നെയിം മത്തായി ജേക്കബ് എന്നാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ മത്തായി ജേക്കബാണോ? ഞാൻ പറഞ്ഞു സായ മത്തായി ജേക്കബ്, എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസുണ്ടെന്ന്. അപ്പം നിങ്ങൾ പണം വെളുപ്പിച്ചതായിട്ട് ഒരു ക്രിമിനൽ കേസുണ്ടെന്ന്. ഇത് അജി ബ്രദർ ഒന്ന് കൃത്യമായിട്ട് വൈൻഡപ്പ് ചെയ്യണം. ക്രിമിനൽ കേസുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്തുവാ മാറ്റർ? അപ്പോൾ അദ്ദേഹം എൻ്റെ മൊബൈൽ നമ്പർ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ പറഞ്ഞു തന്നു, ഇതുവഴി ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ല. 2020 കോവിഡ് വരുന്നത് വരെ ഒരു ഗൾഫിലെ ഒരു പ്രവാസി, നല്ല പണക്കാരനായിരുന്നു. പുള്ളിയുടെ അക്കൗണ്ട്സ് മുഴുവൻ ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. GST, ബാങ്ക് അക്കൗണ്ട്, പുള്ളിയുടെ ടാക്സ് മുഴുവൻ എന്നെയാണ് പുള്ളി ഏൽപ്പിച്ചിരുന്നത്. എനിക്ക് പകലെ അന്ന് വലിയ യോഗങ്ങളുമില്ല, പകൽ എനിക്കിതെല്ലാം ചെയ്യാം. അപ്പോൾ പുള്ളിക്ക് എന്നെ വളരെ വിശ്വാസമായിരുന്നു. അപ്പോൾ എല്ലായിടത്തും കർത്തൃദാസനെ എൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ട്രാൻസാക്ഷൻ മുഴുവൻ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. സ്വോത്രം. അപ്പോൾ ഇവർ വിചാരിച്ച എന്താ സംഭവം, എനിക്കായി പണം വരുന്നത്, പക്ഷേ അക്കൗണ്ട് വേറെ ആളാണ്. ഒരു പവർ ഓഫ് അറ്റോർണി ഇത് ചെയ്യുന്നത് ഞാനുമായിരുന്നു. സ്വോത്രം. അപ്പോൾ ഇവരെന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞു? നിങ്ങൾക്കെതിരെ കേസുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 40 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, ഞാനും ഇംഗ്ലീഷിൽ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകെ ഒരു ഹിന്ദിക്കാരൻ പറയുക, ഉൻക വാട്സപ്പ് നമ്പർ പക്കടോന്ന്. സ്വോത്രം. എൻ്റെ ഒരു മൊബൈലിലെ വാട്സപ്പ് ഉള്ളു, മറ്റേത് വാട്സപ്പ് ഇല്ല. ദേവനേശൻ ഭാഷയ്ക്ക് അറിയാം, അജിക്കും എല്ലാം അറിയാം. അപ്പോൾ ഉൻക വാട്സപ്പ് നമ്പർ പക്കടോന്ന്. അപ്പോൾ എനിക്ക് ഹിന്ദി പിടി കിട്ടി. ഞാൻ ചോദിച്ചു, ബായി ആപ്കോ ഹിന്ദി ബാത് കർണേക്കോ ആത്താ ഹെ? അവൻ പറഞ്ഞു ഹിന്ദി ബാത് കർണേക്കോ ആത്താ ഹെ. ഉടനെ അവൻ പറയാ, ഐ ആം വിജയ് ശങ്കർ ഫ്രം CBI. അവൻ പറഞ്ഞു ഞാൻ വിജയ് ശങ്കറാന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞ് എവിടുന്നാണ് സംസാരിക്കുന്നത്? മുംബൈയിൽ നിന്ന്. അപ്പം അമാര ജഡ്ജി ഇതറേ ബാത് കർണ മാങ്താന്ന്. ജഡ്ജി പുറയിലുണ്ട്, നീ വാട്സപ്പിൽ തരാൻ, എന്നിട്ട് നിങ്ങൾക്ക് സമ്മതിക്കാനുണ്ടത്. ഞാൻ പറഞ്ഞു ക്യാ CBI ക്യാ ജഡ്ജി എന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞാൻ പറഞ്ഞു ഞാൻ പൈസ ഇടപാട് हमने बैंक के साथ कोई हिसाब किया, हम तो क्लियर उसका डेटा दिया. അതുകൊണ്ട് ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു, ആർ യു സ്പീക്കിംഗ് ഫ്രം CBI? എനി CBI പേഴ്സൺസ് നോട്ട് കാൾ എനിവയർ. CBI ഒരിക്കലും സംസാരിക്കത്തില്ല, ED സംസാരിക്കത്തില്ല, അവരാരും സംസാരിക്കത്തില്ല. അവർ നമുക്കാദ്യം ചെയ്യുന്നത് ലെറ്റർ അയക്കും നിങ്ങൾ വരാൻ വേണ്ടി. മനസ്സിലാകുന്നവർക്കായി. ഈ പെന്തിക്കോസുകാരെ എത്ര പൈസ പോയി മല്ലപ്പള്ളിയിലും മന്ദപരിധിയിലും എല്ലാം കൂടെ. അച്ചായനും അമ്മാമ്മയെ ഫോൺ എടുക്കാൻ പറയും നിങ്ങളുടെ കള്ളപ്പണം ഉണ്ടെന്ന്. സ്വോത്രം.
അതിനുവേണ്ടി അജി ഈ വീഡിയോ കൃത്യം കൊടുക്കണം. ഈ വീഡിയോ ഇനി ആർക്കും ചതിവ് പറ്റരുത്, പോലീസുകാരും പറയരുത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം? ഞാൻ പറഞ്ഞു, നിങ്ങൾ CBI ആണേ നിങ്ങളുടെ അഡ്രസ്സ് എൻ്റെ അഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ എനിക്ക് ലെറ്റർ അയക്കുക, ഏത് ഓഫീസിലും ഞാൻ വന്ന് ഡീറ്റെയിൽസ് തരാം. അവൻ പറഞ്ഞ് ലെറ്റർ അയച്ചാൽ കേസ് നീണ്ടുപോയി, ഇമ്മീഡിയറ്റായിട്ട് നിന്നെ ഒഴിവാക്കാമെന്ന്. ഞാൻ പറഞ്ഞു, നീ വേറെ പണി നോക്കാൻ പറഞ്ഞ്, മനസ്സിലാകുന്നവർക്കായി. എനിക്കിതെല്ലാം അറിയാവുന്ന, നിയമം അറിയാവുന്ന ആൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നവർ, കേരളത്തിൽ ഒരു പോലീസ് ഒരു പരാതി കൊടുത്താൽ ആദ്യം നിങ്ങളെ വിളിപ്പിക്കത്തേ ഉള്ളൂ സ്റ്റേഷനിൽ വരാൻ. 2, ഇതെല്ലാവരും മനസ്സിലാക്കണം കേരളക്കാർ. ക്രൈംബ്രാഞ്ച്, CBI, ED, എൻഫോഴ്സ്മെൻറ്റ്, അവർ നമുക്ക് ലെറ്റർ അയക്കും നിങ്ങൾ വരാനായിട്ട്. അല്ലാതെ ഒരിടത്തും വീഡിയോ കോളിന് അവർ വിളിക്കത്തില്ല. ദയവ് ചെയ്ത്, ഇത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് പത്തനംതിട്ടയിലാണ് നടക്കുന്നത്. വീട്ടിൽ പെൻഷനായിരിക്കുന്ന അപ്പച്ചന്മാരെ അമ്മച്ചിമാർ വിജയശങ്കറോ അജയശങ്കറോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണ് പോലും എടുക്കരുത്. സ്വോത്രം. തിരുവല്ലയിലെ ഒരു തിരുമേനി, കൂർലോസ് തിരുമേനിയുടെ 13 ലക്ഷം രൂപ അവർ തട്ടിക്കൊണ്ടുപോയി ഓൺലൈൻ. കൊച്ചിയിലെ ഡോക്ടറുടെ പൈസ കൊണ്ടുപോയി, തിരുവനന്തപുരത്തുകാരെ കൊണ്ടുപോയി. നിങ്ങൾ CBI കസ്റ്റഡിയിലാണ്. നമ്മൾ കേരളക്കാർ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. ഞാൻ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു പക്ഷേ ബിസിനസ് കാണും, കാര്യം കാണും, അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ ഒരു കാരണവശാലും ക്രൈംബ്രാഞ്ചോ എൻഫോഴ്സ്മെൻറ്റോ ED അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ തന്നെ ഇവിടെ പല കേസുകൾക്ക് മുഖ്യമന്ത്രിക്ക് വരെ ED കത്ത് കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കേസിന് എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോയതല്ല, അവർ കത്ത് കൊടുത്ത് വിളിപ്പിച്ചിട്ട് കാര്യം ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ കൂടെ വീഡിയോ കോളിനകത്ത് ജഡ്ജിയുടെ കോൺഫറൻസിങ് ഇല്ല. ശരിക്കും അവന്മാരുമായിട്ട് സംസാരിച്ചു ഞാൻ, നല്ലതുപോലെ ഹിന്ദിയിൽ അവരോട് സംസാരിച്ചു. ഖട്കർക്ക് ജാനേക്കോ അപ്പോൾ അവരെന്നോട് സംസാരിക്കുന്നു, നീ പോലീസാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസ് നെയ്യ് നമുക്ക് പൂരാ കാനൂൻ മാലൂമ്. ഇത് ഞാൻ കട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. ഇവൻ്റെ നമ്പർ ഞാൻ എഴുതിയെടുത്തു. 82 തുടങ്ങുന്ന ഒരു നമ്പർ എൻ്റെ ഒരു സുഹൃത്ത് IG ഓഫീസിലുണ്ട്, അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചു, വിജയശങ്കർ ഫോൺ എടുത്തു. പിന്നെ ഇന്ന് വരെ ആ ഫോൺ ഓണായിട്ടില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ, ഞാൻ ഈ കൺവെൻഷൻ ഇത് സ്നേഹം കൊണ്ടാണ് പറയുന്നത്. എൻഫോഴ്സ്മെൻറ്റോ CBI ED ക്രൈംബ്രാഞ്ചോ നിങ്ങളുടെ ബാങ്കിൽ പണം ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളെ വീഡിയോ കോളിൽ കൊണ്ടുവരത്തില്ല. അവർക്ക് പണത്തിൻ്റെ രേഖ വേണേൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചിട്ട് നിങ്ങൾ അവിടെ വരാൻ പറയും. അവിടെ ആ സോഴ്സ് ഹാജരാക്കേണ്ടത്. അല്ലാതെ ബോംബെയിൽ നിന്ന് വിജയശങ്കറും വിളിച്ച് പൊന്നമ്മാമെ ബാങ്കിലെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. സ്വോത്രം. എല്ലാം ശരിയാകും. സ്വോത്രം. അതുകൊണ്ടാണ് ഈ ടെലികോം കമ്പനി ഇത് ക്ലിയറായിട്ട് പറയുന്നത്. അനാവശ്യ കോളുകൾ വന്നാൽ എടുക്കരുത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കരുത്, നിങ്ങളുടെ KYC കൊടുക്കരുത്. ഇതൊരു അന്ത്യകാലമാണ്. സാത്താൻ സാമ്പത്തിക മേഖല മുഴുവൻ കൈക്കലാക്കുക. അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ലാപ്ടോപ്പിന് മുമ്പിൽ അവൾ ഇരിക്കുമ്പോൾ അവൾ ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ പറ്റാതാവും. അന്നേരം എന്താ, ബാറ്ററി ചൂടാവും, സ്ക്രീൻ പൊട്ടിത്തെറിക്കും. അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. ഇത് വെളിനാട്ടിൽ അനേകം പേർ, UK കേൾക്കണം. 2018 UK ഡേവിഡ് കാമറൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് പറഞ്ഞു, സാർ ലാപ്ടോപ്പ് പിടിക്കരുത്. മനസ്സിലാകുന്നവർക്കായി എന്താ ഇതിനകത്ത് പൊട്ടിത്തെറിയുടെ സാധ്യത? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഇസ്രായേൽ മൊസാദ് ഒത്തിരി കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. 2018 ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി സാറിനോട് പറഞ്ഞു, കൈക്കകത്ത് ലാപ്ടോപ്പ് വെക്കരുത്, പൊട്ടിത്തെറിക്കാൻ സാധ്യത. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഇവിടെ കാട്ടാക്കട ഇലക്ഷൻ വന്ന് ലാപ്ടോപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ബായിയോ ബകനോ? മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. ഒറ്റ ലാപ്ടോപ്പുമില്ല. ഇന്ന് രാത്രി നെയ്യാറ്റിൻകര DYSP ചെമ്പൂരിലൊരു വിഷയത്തിൽ വന്നാൽ റോഡിൽ ഇരുന്ന് ലാപ്ടോപ്പ് ഞെക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? ഞെക്കത്തില്ല. അദ്ദേഹം ഓഫീസിൽ പോയി അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ പുറത്തെ ഞെക്കത്തുള്ളൂ. പറയും, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്റർനെറ്റ് മർഡർ ഇവിടെ നടക്കാൻ പോകുന്നു. കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നു. അടുത്തത് എല്ലാവരും കേൾക്കണം. ചെറുപ്പക്കാർ, നിങ്ങൾക്ക് വേണ്ടി എത്ര സയൻസ് ഇവിടെ പറയുന്നത് എന്താ? ലെബനോനിലെ പേജർ സ്ഫോടനം ഇനി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കണ്ടോ? എല്ലാവരും കേൾക്കണം. യുദ്ധം മിഗും മറാഷുമല്ല, കേൾക്കണം. ലെബനോനിലെ ഹിസ്ബുള്ള, എല്ലാവരും കേട്ടാട്ടെ. ലെബനോനിലെ ഹിസ്ബുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള എന്താ ചെയ്തതെന്ന് അറിയാം? 3000 പേജർ ഉണ്ടാക്കുവാൻ ഒരു സ്ഥലത്ത് തൈവാനെ ഏൽപ്പിച്ചു. പക്ഷേ അത് ഹംഗറിയിലേക്കാണ് പോയത്. പേജറിൻ്റെ സിം കാർഡിൻ്റെ ബാർകോഡ് സോഫ്റ്റ്വെയർ കൊടുത്തത് ഇസ്രായേലാണ്. അപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ നെറ്റ്വർക്ക്. യവന്മാരൊരു കാര്യം ചെയ്തു, യഹൂദന്മാർ. എന്താ, ആ ലിഥിയം ബാറ്ററിക്കകത്ത് 2 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ, ഒരു ഉച്ചയ്ക്ക്, ഇന്നത്തെ ഹമാസ് ഇസ്രായേൽ സംഘടന
നടക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഇസ്രായേലിൻ്റെയിലായിരിക്കുന്നത്. അവര് പിന്നെ ഇവന്മാര് ഹിസ്ബുള്ള അറിയുന്നില്ല. ദാണ്ട് റിലയൻസ് ബോംബെ എന്നാ മെസ്സേജ് കൊടുക്കുന്നത്, ഇന്ത്യ മൊത്തം അടിച്ചങ്ങിറങ്ങുക. സ്വോത്രം. BSNL കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് ഡൽഹിയിൽ നിന്ന് കൊടുത്താൽ ഇന്ത്യ മുഴുവൻ വരും. അതിനെന്താ ചെയ്തതെന്നറിയോ? പട കുറേ മെസ്സേജ് ഉച്ചയ്ക്ക് അങ്ങ് വന്നു ഈ പേജറിനകത്ത്. ഹിസ്ബുള്ളക്കാർ ഒന്ന് ഞെക്കുമ്പോൾ വരും. നമ്മുടെ മൊബൈലിൽ തന്നെ വന്നാൽ ഒരു വാക്യം എഴുതി വരും, ഡിലീറ്റ് സം ഐറ്റംസ് മെമ്മറി ഫുൾ. മനസ്സിലാകുന്നവർക്കായി. കരമുയരുന്നില്ലല്ലോ, എനിക്ക് താങ്ങാൻ കഴിയത്തില്ല. അതുപോലെ പടപട മെസ്സേജ് വന്നു. ഇവർ ഞെക്കുന്നതിന് മുമ്പ് പടപട ഇങ്ങോട്ട് മെസ്സേജ് വന്നപ്പോൾ സിസ്റ്റം ചൂടായി, ബാറ്ററി പൊട്ടിത്തെറിച്ചു. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ നിൽക്കുമ്പോൾ 2800 പേജറാ ലെബനോനിൽ പൊട്ടിത്തെറിച്ചത്. 200 പേർ ഇന്നും ആശുപത്രിയിലാണ്. 38 പേർ പേജർ സ്ഫോടനത്തിൽ മരിച്ചു. ഞാനല്ല, ഇവിടുത്തെ കേരളത്തിലെ പോലീസുണ്ട്, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, സൈബർ മേധാവി. ഒരു ദിവസം മനോരമയുടെ കോൺക്ലേവ് കൊച്ചിയിൽ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വരാൻ പോകുന്നത് ആറ്റം യുദ്ധമല്ല, കയ്യിലിരിക്കുന്ന മൊബൈലുകളും ഫോണുകളും പൊട്ടിത്തെറിക്കും. അയ്യോ, നമ്മുടെ ബാറ്ററിക്കകത്ത് സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് വല്ലവർക്കും അറിയാവോ? ചക്കയാന്നേ കുത്തി ചുളയെങ്കിലും നോക്കാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. മൊബൈലിൻ്റെ ബാറ്ററിക്കകത്ത് സ്ഫോടക വസ്തു ഉണ്ടെന്ന് ഹിസ്ബുള്ളയ്ക്ക് അറിയാമോ? അറിയത്തില്ല. അതാ പൊട്ടിത്തെറിച്ച. ഞാനല്ല, കേരളത്തിൻ്റെ സൈബറിൻ്റെ പോലീസ് മേധാവി മനോരമ കോൺക്ലേവിൽ യോഗം കഴിയുമ്പോൾ പോരെ ബാക്കി കാണിച്ചു തരാൻ പറഞ്ഞു. ഇനി പൊട്ടിത്തെറിക്കാൻ പോകുന്നത് യുദ്ധവിമാനങ്ങളല്ല, കയ്യിലിരിക്കുന്ന മൊബൈലുകളും ലാപ്ടോപ്പുകളും പൊട്ടുന്നൊരു കാലം വരാറായി. ഇന്ന് രാത്രി ദൈവമക്കളോട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. മഞ്ചങ്കോട് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി. രാത്രി 2 കാര്യങ്ങൾ അതിനകത്ത്. ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞു തരാം. സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന കാലമായി. ഇന്ന് രാത്രി ഇപ്പം റോബോട്ടെങ്കിൽ സോഫിയ വന്നെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാറായി. നിങ്ങളുടെ ലാപ്ടോപ്പിൽ കൂടെ അവൻ നോക്കും. എന്താ? നിങ്ങൾ വണങ്ങണം. മെയിൽ ID അവൻ്റെ കയ്യിലുണ്ട്. കോവിഡിൻ്റെ മറവിൽ വാക്സിനിൽ എല്ലാം വഴിയാധാരമായ ആധാർ കൊണ്ടുപോയി. വണങ്ങിയില്ലെങ്കിൽ ലെബനോനിൽ പൊട്ടിച്ചതുപോലെ മെസ്സേജ് അയച്ചാൽ ഇൻ്റർനെറ്റുകൾ തൂത്തുപറക്കി പൊട്ടുന്നൊരു കാലം. 2 കാര്യം. ഒന്നാമത്തെ സെക്ഷൻ. അടുത്ത മൈക്രോ ചിപ്പിലേക്ക് പോവാ. ഇന്ന് രാത്രി കേട്ടാട്ട് മക്കളെ പറഞ്ഞു തരാം. സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് മഞ്ചങ്കോട് ദൈവമക്കളുടെ പ്രത്യാശ തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി വരുവാനുള്ളവൻ വരും. കാലമേറെയില്ല. ലെബനോനിൽ 3000 പേജർ പൊട്ടിത്തെറിച്ചതുപോലെ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ ആഗോള വ്യാപകമായി ഇന്റർനെറ്റ് മെസ്സേജ് വഴി ഇതെല്ലാം പൊട്ടിത്തെറിക്കാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പൊട്ടിത്തെറി ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. ഇവിടെ കയറി വരിക. കരമുയർത്തുന്നവർക്കായി ആ ശബ്ദത്തിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി മക്കളെ, കാലം അധികമില്ല. കാന്തൻ വരാറായി. 4 വാക്യം കൂടെ പോകുമ്പോൾ നമ്മുടെ സമയവും തീരും. ഇന്ന് രാത്രി 1910 എല്ലാവരും കേട്ടാട്ടെ. ടൈറ്റാനിക്കിന്റെ അവസാന ഭാഗം പറയുമ്പോൾ അവസാനിക്കാം. 1910 ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു കപ്പൽ യാത്രയായി. കപ്പലിന്റെ പേരാ ടൈറ്റാനിക്. ആ കപ്പൽ ഉണ്ടാക്കിയത് ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. ക്യാപ്റ്റന്റെ പേരായിരുന്നു സ്മിത്ത്. 2224 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. ന്യൂയോർക്ക് സതാംപ്ടൺ. ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. സ്വോത്രം. ആട്ടെ പാട്ടെ കള്ളെ ബിയറെ. സ്വോത്രം. 4-ാം ദിവസം മഞ്ഞുമല. ക്യാപ്റ്റനോട് പറഞ്ഞു, സാർ മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു, മിണ്ടക്കൂടാതെ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ദൈവം വിചാരിച്ചാൽ. കന്നി യാത്രയിൽ കപ്പൽ തകർന്നു. ചെമ്പൂരെയും വെള്ളറടയിലെ അച്ചായന്മാരെല്ലാം വിചാരിക്കുന്നത് ഈ ഉപദേശിമാർക്ക് വേറെ ജോലിയൊന്നുമില്ല. സ്വോത്രം. വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാന്ന്. അച്ചായ, കോവിഡ് വന്നത് ഒരു ഗവൺമെൻറ്റും അറിഞ്ഞില്ല. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുപോലെ ഇന്ന് രാത്രി നീ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് കതിനാവെടിയും പൊട്ടിച്ച് ക്രിസ്മസിന് പോത്തിനെ അറുത്ത് നീ ഇവിടെ ഇരുന്നാൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു. സന്തോഷമില്ലല്ലോ. കുവൈറ്റുകാരെ പറ്റി ആർക്കറിയാം? കുവൈറ്റുകാരായിരുന്നു നല്ല പണക്കാർ, നല്ല ദിനാറ്. അറബികൾക്ക് കോടികളുള്ളായിരുന്നു.
എപ്പോഴും നല്ല കുഴിമന്തി കോഴി അടിച്ച് കൊക്കക്കോളയിൽ അടിച്ച് നടന്നതാ സദാം ഹുസൈൻ. ഒറ്റ രാത്രി എല്ലാവരുമായിട്ട് കയറി 4-ാം ദിവസം കുവൈറ്റുകാർ മരുഭൂമി നിൽക്കുക, ഒരു ബ്രെഡ് ഒരു പാല്. അതുപോലെ ഇന്ന് രാത്രി കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. ആ തീ പിടിക്കുന്നതിനെ വിട്ട് നീ ഒരു ടിക്കറ്റ് മേടിക്കണം, മനസ്സിലാകുന്നവർക്കായി. ബാക്കി കൂടെ കേട്ടാട്ടെ. എൻ്റെ വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പറഞ്ഞ ഇംഗ്ലീഷ് പുസ്തകം വായിച്ച് കരഞ്ഞു. എ ലൈഫ് ജാക്കറ്റ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. ആ കപ്പൽ തകരുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കേട്ടോണം മക്കളെ, ഇതെല്ലാം നോട്ട് ചെയ്യ സഹോദരിമാർ. അവനെന്ത് ചെയ്തു? ബസ്സിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. ഓ, കപ്പൽ കുലുങ്ങി. താഴെ അവൻ്റെ കിടക്ക. $1,00,000 ഉണ്ട്, ഗൂഗിൾ പേ അല്ല, കട്ടിലിൻ്റെ കീഴിൽ. എടുക്കാൻ അവൻ ഓടാൻ തുടങ്ങി. താഴോട്ട് ഇറങ്ങിയപ്പോൾ അവൻ്റെ അകത്തൊരു ചിന്ത, ചിലപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് കയറി വരാൻ പറ്റത്തിൽ, ഉപ്പുവെള്ളത്തെ ഡോളറുമായിട്ട് താന്നു പോകും. ഓ, അവൻ താഴോട്ടിറങ്ങിയ പടി അവിടെ നിർത്തിച്ചേച്ച് അവൻ്റെ ഉള്ളിൽ ആരോ സംസാരിച്ചു, കുഞ്ഞെ പണം നിനക്ക് പിന്നെ ഉണ്ടാക്കാൻ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അവൻ മേളി വന്നു. നിർനിമേഷനായി നിന്നപ്പോൾ ചപ്പാത്തി വെച്ചിരിക്കുന്ന പലകയുടെ അവിടെ അനവധി ലൈഫ് ജാക്കറ്റ്. സ്വത്രം. ആരോ അവനോട് സംസാരിച്ചതുപോലെ, ഇതെടുത്ത് നീ വെള്ളത്തിൽ ചാട്, അവിടെ സ്പീഡ് ബോട്ടം കാണും വരും, നിന്നെ തൂക്കിക്കൊണ്ടുപോകും. അവൻ ഒന്നും ഓർത്തില്ല. മണ്ണെ പ്രതി മാണിക്യം, മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി അവൻ എന്ത് ചെയ്തു? ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് ഒറ്റ ചാട്ടം ചാടി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്പീഡ് ബോട്ട് വന്ന് രക്ഷപ്പെട്ടത്. അവൻ എഴുതിയ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞ മക്കളെ. എ ലൈഫ് ജാക്കറ്റ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. എനിക്ക് രണ്ടാമതൊരു ജീവിതം തന്ന ഒരു ലൈഫ് ജാക്കറ്റ് എങ്കിൽ ഇന്ന് രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഇന്ന് രാത്രി മഞ്ചങ്കോടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. കരമുയർത്തുന്നവർക്ക് ഈ രാത്രി, രണ്ടാമത് രാത്രി, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഈ വചനത്തിലെ 2 ഭാഗങ്ങൾ മാത്രം പൂർത്തിയായി. 1 നിങ്ങളെ വരച്ചു കാട്ടി മൃഗം, 2 പ്രതിമ, 3 സംഖ്യാമുദ്ര. അതിൻ്റെ ഒരു ഭാഗം ഈ രാത്രി പറയും, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം വരുമോ? മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും മുദ്രയോടും ജയിച്ചവർ ഉയർത്തെഴുന്നേറ്റ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാടും. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ട് മക്കളെ. ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. അവിടെ ഇരിക്കട്ടെ. വലങ്കൈ നെറ്റി, 2 കാര്യം. ഇത് 2 തുടങ്ങിയത് എവിടാ? ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വഴിയാധാരമായ ആധാർ എടുക്കാൻ പോയി. അവിടെ ചെമ്പൂർ അക്ഷയ പോയപ്പോൾ പറഞ്ഞില്ല, കാല് കാണിക്കാൻ പറഞ്ഞു. ഇല്ല, ചിന്നമാമ കണ്ണ് തുറന്നാട്ടെ. സന്തോഷമില്ലല്ലോ, കണ്ണടച്ചാട്ടെ. കര ഉയരുന്നില്ലല്ലോ, നെറ്റി മൊത്തവും കൊണ്ടുപോയി. സ്വോത്രം. 2 കൈവെക്കൂ, ഫിംഗർ. ഇത് 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് നീതി ആയോഗ് ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഒരുവന്റെ കയ്യിലാണ്. ഇന്ത്യയിൽ ആധാർ, അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി, ഓസ്ട്രേലിയ, യൂറോപ്പ് സെക്യൂരിറ്റി നമ്പർ, മലേഷ്യ വരെ നമ്പറായി. അങ്ങനെയെങ്കിൽ 2 കൈമേലും നെറ്റിമേലും കോവിഡ് കാലം നമ്മളെല്ലാം പോയി. കീ കൂക്കു, കൈ കാണിക്കൂ, സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെമ്പൂർ മാർക്കറ്റിൽ തന്നപ്പോൾ കുനിയമ്മയെ, ചേച്ചി തലയൊന്ന് കാണിച്ചാട്ടെ. ഒറ്റയടി, മനസ്സിലാകുന്നവർക്കായി. ഇൻഫ്രാറെഡ് മീറ്റർ. സ്വോത്രം. ഇത് 2ഉം വരാൻ പോകുന്നത് കൈമേലും നെറ്റിമേലും. ഇതെല്ലാം അന്ത്യകാലമാണ്. അങ്ങനെയെങ്കിൽ 3 പേരുടെ സംഖ്യ വേണം. അടുത്തത് മോള് വായിച്ചാട്ടെ. ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യയത്രേ. അവിടെ നിൽക്കട്ടെ. ഈ സംഖ്യ ഉള്ളവനെ ഇത് കയറാൻ പറ്റുമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. കേരളത്തിലെ 36,000 കോവിഡ് കേസ് വന്നു. 1 മിനിറ്റ്. ഈ പാട്ടുകാരൻ്റെ കൂടെ ഉള്ളതാ, അജി പല പ്രസംഗത്തിലുള്ളതാ. അപ്പോൾ കേരളത്തിൽ 36,000 കോവിഡ് കേസ് വന്നപ്പോൾ നമ്മുടെ വീണ ജോർജ് സാറ് പറഞ്ഞ് 2 ഡോസ് എടുത്തവർക്ക് കടയിൽ കയറാവൂ, കമ്പോളത്തിൽ കയറാവൂ. ചില ബസ്സിൽ ഒട്ടിച്ച് 2 ഡോസ് വാക്സിൻ. അപ്പോൾ ഉണ്ട് നമ്മുടെ കണ്ണൂക്കാരൻ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സാറേ ചേച്ചി പറയുന്ന തെറ്റാണ്, വാക്സിൻ ഒരു മനുഷ്യൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ചില ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നമ്മളോട് ചോദിക്കും, സർജറി നടക്കുമ്പോൾ സൈൻ ചെയ്യും. അതുകൊണ്ട് ഉടനെ എന്ത് ചെയ്തു? പിണറായി സാർ അന്ന് പറഞ്ഞു, ചൂട് നോക്കി ആർക്കും കയറാം. മനസ്സിലാകുന്നവർക്കായി. വാക്സിൻ നിർബന്ധമല്ല. സ്വോത്രം. അപ്പോൾ പിണറായിയെ നയിക്കുന്നതാരാ? വാസവൻ ചേട്ടനാന്നു.
ആനാവൂർ നാഗപ്പനാന്നു. ഇവരൊന്നുമല്ല പിണറായിയെ നയിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ സ്റ്റേജിൽ കേട്ട കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അന്നേ ഞാൻ പറഞ്ഞു കണ്ണൂക്കാരൻ ജോൺ ബ്രിട്ടാസാ സഖാവ് പിണറായിയെ നയിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പം ഡൽഹിയിൽ നിന്ന് വാർത്ത കണ്ടില്ലയോ? സന്തോഷമില്ലല്ലോ. അജിയുടെ ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ മതി റെഡ് വി മീഡിയയിൽ. 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു സഖാവ് പിണറായിയെ നയിക്കുന്ന തിരുവനന്തപുരത്ത് ശിവൻകുട്ടിയണ്ണനും ആനാവൂരും ഒന്നുമല്ല സ്വോത്രം, ബ്രിട്ടാസാണ് നയിക്കുന്ന സ്വോത്രം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി കേന്ദ്രം മുഴുവനായി നയിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടാസാണ് നയിക്കുന്നത്. ഇപ്പോൾ പത്രത്തിൽ വാർത്ത വന്നപ്പോൾ തിരുവനന്തപുരത്ത് പലരും എന്നെ വിളിച്ച് പാസ് പണ്ട് പറഞ്ഞ കാര്യം ഇപ്പോൾ വായിച്ചെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇവിടെ ഇരിപ്പോണ്ട് ക്ലിപ്പ് സഹിതം ഞാൻ എത്ര വേദി ഇവിടെ പറഞ്ഞെന്നറിയാവോ അദ്ദേഹത്തെ നയിക്കുന്നത്. അതുകൊണ്ടല്ലേ ജോൺ ബ്രിട്ടാസിനെ മോൻ ഇവിടെ വയ്ക്കേണ്ട ഡൽഹി മേ ജാവോ കാം കരോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവിടെ അല്ലേ ED CBI എല്ലാത്തിൻ്റെ ചരട് അവിടെ ഇരിക്കുകയല്ലേ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇതാകുമ്പോൾ അങ്ങനെയെങ്കിൽ 3 പേരുടെ സംഖ്യ വേണം ക്രയവിക്രയം ചെയ്യാൻ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അതിന്റെ സംഖ്യ 666. ദാ കിടക്കുന്നു. ഇതാ 666. ദാ വരുന്നു 666. ഇസ്രയേൽ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി, ബാക്കി നാളെ 666. അതിൻ്റെ അർത്ഥം ഒരു നാഴിക നേരം 3 പേരും ഭരിക്കും. ഇവരുടെ 3 പേരെ നമ്പരാ. 1 സാത്താൻ, 2 എതിർക്കസു, 3 കള്ളപ്രവാചകൻ. 3 പേരെ നമ്പരാ 666. ഇനിയും 2 കാര്യം കൂടെ കേൾക്കണം. ബാക്കി നാളെ ദാണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കാർഡ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ നമ്പർ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിനും അറിയാം, അവർക്കും അറിയാം. ഇതിനെല്ലാം അതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യണം. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും OTP. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. അപ്പം ഈ കാർഡിൻ്റെ 3 നമ്പർ അടിക്കുമ്പോഴാണ് OTP വരുന്നത്. ഇന്നത് നമ്പരെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സകല ട്രാൻസാക്ഷനും അടിക്കണം 666. അമ്മാമേ ആയോ? പണ്ട് ഉപദേശിമാർ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ OTP. സന്തോഷമില്ലല്ലോ. കര ഉയരുന്നില്ലല്ലോ അമ്മമ്മ. ഇനി ഒന്ന് PHC ചെമ്പൂർ ഹെൽത്ത് കേന്ദ്രമുണ്ടോ, ആരോഗ്യ കേന്ദ്രമുണ്ടോ? കര ഉയരുന്നില്ലല്ലോ. കര ഉയരുന്നില്ലല്ലോ. OP ടിക്കറ്റ് എടുക്കാൻ കുഞ്ഞമ്മ മഞ്ചങ്കോട് 55 പള്ളി ചെന്നാൽ പറഞ്ഞാൽ മതി. സ്വോത്രം. OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന പെങ്കൊച്ചയ്ക്ക് ചേച്ചി മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. കര ഉയരുന്നില്ലല്ലോ. അയ്യോ നിങ്ങൾ ചൊവ്വായിന്ന് വന്നേ, ചെമ്പൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കണ്ടിട്ടില്ല. 10 രൂപയുടെ ആശുപത്രി ഡോക്ടറെ കാണുന്ന OTP. കരമുയരുന്നവർക്കായി. ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് കമ്പ്യൂട്ടർ പോകാൻ പോവുക. വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ചെറുപ്പക്കാരൻ ചെന്ന് അച്ചായൻ ചെന്ന് എൻ്റെ സ്കൂട്ടറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കണം അക്ഷയായി. പെങ്കൊച്ച് ആദ്യം ചോദിച്ചു മൊബൈലുമായിട്ട് വന്നിട്ടുണ്ടോ? അത് സ്വോത്രം. പൈസയല്ല ചോദിക്കുന്ന മൊബൈൽ. അടിക്കുമ്പോൾ കീ കൂക്കു 6688 അച്ചായൻ്റെ നമ്പർ താണ്ട് കൊണ്ടുപോയിക്കോളാം. സ്വോത്രം. എല്ലാം ഒരുവൻ്റെ കയ്യിലാണ്. ഒരു ഗവൺമെൻറ്, ഒരു മുദ്ര, ഒരു കമ്പ്യൂട്ടർ. ഇതാ ന്യൂ വേ വേൾഡ് ഓർഡർ. OTP. മനസ്സിലാകുന്നവർക്കായി. നേരത്തെ ഇതിനകത്തെല്ലാം ഫുൾ OTP. നമ്മുടെ ഹെൽത്ത് പോലും OTPയിലായി. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? 2 ഭാഗങ്ങൾ ഇസ്രയേലുമായിട്ട് പറയും. ബാക്കി നാളെ സഞ്ചാർ സാത്തി ആപ്പ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം എല്ലാവരും കൈവെക്കുമോ? അതാ ഞാൻ ഇന്നലെ പറഞ്ഞ് ബിസ്ക്കറ്റിനും കൈ, ബിരിയാണിക്കും കൈ. മനസ്സിലാകുന്നല്ലോ. സൊമാറ്റോ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ നാം കൈവെക്കുമോ? 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ. നമ്പർ 1 ആധാർ, നമ്പർ 2 ATM കാർഡ്, നമ്പർ 3 ആനയുടെ വാൾ, നമ്പർ 4 പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ്, നമ്പർ 6 നിങ്ങളുടെ കാറിൻ്റെ മേളിൽ ഫാസ്റ്റാഗ്. കോവിഡ് കഴിഞ്ഞപ്പം വേറൊന്ന് വന്ന് QR കോഡ്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ചെമ്പൂര് ബിനിച്ചേട്ടൻ്റെ ചായക്കടയുടെ മുമ്പ് ഇങ്ങനെ പടം വെച്ചിട്ടില്ലേ? സന്തോഷമില്ലല്ലോ. ഒരു ചായ ഒരു പരിപ്പ് വട 10 20 രൂപ. സന്തോഷമില്ലല്ലോ. കീ കൂക്കു സ്വോത്രം. എല്ലായിടത്തും ആയില്ലേ തട്ടുകടയിൽ. ഇനി ഇത് കൈമേലും നെറ്റിമേലും. അതോടുകൂടി കാന്തൻ്റെ വരവ്. മനസ്സിലാകുന്നവർക്കായി. നാളെ അതിലേക്ക്. ഇപ്പോൾ ഒരു 3 സയൻസ് ഇസ്രയേലിനെ പറ്റി പറയും. ഈ രാത്രി അവസാനിക്കും. മനുഷ്യൻ്റെ കൈ മുദ്രയിടൂ. ഈ കാര്യം നിങ്ങൾ കേൾക്കണം. വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 37:7. വായിച്ചാട്ടുമുള്ള ഇയ്യോബ് 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കരമുയർത്തുന്നവർക്കായി. ആധാറിന് കൈമുദ്രയിട്ടു, ഗ്യാസിന് കൈമുദ്രയിട്ടു, ഫോണിന് കൈമുദ്രയിട്ടു. എല്ലാത്തിനും താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. ഇതിൻ്റെ പേര് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഇവിടെ 2 കാര്യം കേൾക്കണം. ഞാൻ ഇസ്രയേലിലേക്ക് പോകും, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആരാ ഇയ്യോബ്? മനസാക്ഷി യുഗത്തിൽ ഭക്തനായ ഒരുവനുണ്ടായിരുന്നു ഇയ്യോബ്. ആരാ? അവന് സഭയുടെ പ്രസംഗനായിരുന്നോ? അല്ലെ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നോ? ഒന്നുമല്ല.
അവൻ ദൈവസന്നിധി നിലവിളിക്കുന്നവനാ. ഇന്ന് രാത്രി അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടെ, പ്രായപ്പെട്ട അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടെ, ചെറുപ്പക്കാരെല്ലാം കേട്ടാട്ടെ. ഇയ്യോബ് സഭയുടെ പ്രസിഡന്റോ കാര്യമൊന്നും അല്ലായിരുന്നു. അവനാരായിരുന്നു? പ്രാർത്ഥിക്കുന്നവനാ. സാത്താൻ അവനെ സന്ദർശിച്ചു. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി. സ്തോത്രം. എന്താ പറഞ്ഞതെന്നറിയാമോ? സാത്താൻ ഒരു വിസിറ്റിൽ സ്വർഗത്തിലോട്ട് കയറി. സ്വർഗം ചോദിച്ചത് വെള്ളറട കോളേജ് വന്നോന്നല്ല, മാർത്താണ്ഡത്ത് പാലം പണിഞ്ഞോന്നല്ല, അദാനി വിഴിഞ്ഞ ടെർമിനൽ ഏറ്റെടുത്തോന്നല്ല, തിരുവനന്തപുരം എയർപോർട്ട് അദാനി കൊണ്ടുപോയ മോഡി സാർ വന്നോന്നല്ല. എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കൈവച്ചുവോ, കണ്ണുവച്ചുവോ? ഇന്ന് രാത്രി അമ്മച്ചിമാരെ, പ്രസംഗിക്കുന്നവന് ലോകം മുഴുവൻ അറിയും, സ്റ്റേജിൽ പാടുന്നവരെ ലോകം മുഴുവൻ അറിയും, സഭാ നേതാക്കളെ ലോകം മുഴുവൻ അറിയും. എന്നാൽ സഹോദര സഹോദരി, അപ്പച്ചമ്മച്ചി, രാത്രിയുടെ യാമത്തിൽ പായ്ക്കകത്ത് കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരം തട്ടി ദൈവത്തെ ആരാധിച്ചാട്ടെ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ പച്ചയ്ക്ക് പറയാം, ഇവിടെ പേരുള്ള പല അച്ചായന്മാരും അവിടെ കാണത്തില്ല. സ്തോത്രം. എന്നാൽ രാത്രി ഇവിടെ കരമടിച്ച് കണ്ണീരോടെ തമ്പേറിനകത്ത് പൊട്ട പായ്ക്കകത്തിട്ട് കൊട്ടി കൊട്ടി ആരാധിക്കുന്ന അപ്പച്ചാമ്മച്ചി നീ അക്കരെ നാട്ടിൽ കാണും. സ്തോത്രം. ഇയ്യോബ് അവസാനം എന്താ പറ്റിയത്? സ്തോത്രം. ഇന്നത്തെ സഹോദരിമാരും ഇതുപോലെ ഇയ്യോബിൻ്റെ ഭാര്യയെ പോലെ മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഇയ്യോബിൻ്റെ ആദ്യം ശരീരം മുഴുവൻ പരിക്കൽ ബാധിച്ചു, ഓട്ട് കഷ്ണം വന്നു, ഭാര്യ ആമ്പിളിപ്പേറും വിട്ട് കാശാക്കി. സന്തോഷമില്ലല്ലോ. ട്രാക്ടറെല്ലാം പുളിയരി വെള്ളം അനത്തി. മനസ്സിലാകുന്നവർക്കായി. കൂട്ടുകാർക്കെല്ലാം വീട്ടിൽ നല്ല ചിക്കൻ പൊരിച്ചത്. ഇയ്യോബ് കളിയിൽ കട്ടൻ ചായ റസ്ക്. മനസ്സിലാകുന്നവർക്കായി. ഭാര്യ മക്കളും ചെന്ന് ഭാര്യ സഹ പാസ്റ്റേഷൻ പറഞ്ഞ് നിർത്തിക്കൂടെ. ഇയ്യോബ് പറഞ്ഞെന്താ? അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഓ, അടുത്തത് പറഞ്ഞതാ, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അച്ചായ ഭാരപ്പെടണ്ട, ഇത് ഇയ്യോബിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് കയ്യിൽ 4 കാശ് വെച്ചേക്കണേ. ഭാര്യ മക്കളൊന്നും അവസാനം നോക്കിയല്ല. സ്തോത്രം. സന്തോഷമില്ലല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം വീട്ടിൽ എൻ്റെ മക്കൾ പറഞ്ഞോലെ, പപ്പയ്ക്കിപ്പം നല്ല ശാരീരിക സുഖമൊന്നുമില്ല, കയ്യിൽ കാശ് വെച്ചേക്കണേ നോക്കാനായിട്ട്. സന്തോഷമില്ല ദിവസം. മനസ്സിലാകുന്നവർക്കാണ്. സ്തോത്രം. ഇതാ ലോകം, ഇത് താൻ ലോകം, ഏ മനിതനെ നീ എങ്ക പോകരുത്. മനസ്സിലാക്കുന്നവർക്കാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതമുണ്ടോ? അത് പറഞ്ഞില്ലേ പിന്നെ സന്തോഷമല്ലോ. എന്താ അതിൻ്റെ പ്രത്യേകത? മരണാനന്തര ജീവിതം പറഞ്ഞുതരാം. അങ്ങനെ ഉണ്ടോ? എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. എല്ലാവരും കേട്ടാട്ടെ. ലാസറിൻ്റെ ഭവനം ബെഥാനിയിൽ, അവിടെ മാർത്തയും മറിയയും ഉണ്ടായിരുന്നു, കൂടെ ലാസറും ഉണ്ടായിരുന്നു. മാർത്ത ചേച്ചി കാപ്പി ഇടും, മറിയ ചേച്ചി ബൈബിൾ എഴുതും, ലാസർ പോസ്റ്റ് ഒട്ടിക്കും. മനസ്സിലാക്കുന്നവർക്കായി. ഇതായിരുന്നു ബെഥാനിയയിലെ ഭവനം. കേൾക്കുന്നവർക്കായി. യേശു വന്നു. ആത്മീയമെന്ന ബൈബിൾ കോളേജിലെ പോലെ ഇതെല്ലാം നടത്തി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ? ലാസർ ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. അതിനുശേഷം യേശു ബൈബിൾ കോളേജെല്ലാം പൂട്ടിപ്പോയി. രണ്ടാമത് അവൻ്റെ കിഡ്നിയും ഫെയിലറായി, ഡയാലിസിസ്. മൂന്നാമത് അവൻ്റെ ക്യാൻസറും ഒക്കെ ആയി. അപ്പോൾ ലാസറിന് മയക്ക് കൊടുത്തിരിക്കുക. ലാസർ ഇടയ്ക്ക് നോക്കി യേശു വന്നോ. അപ്പോൾ സഹോദരിമാർ പറയും, മോനെ വാട്സപ്പ് അയച്ചിട്ടുണ്ട്, വരും. ഇടയ്ക്ക് തുള്ളി വെള്ളം കൊടുക്കും. ലാസർ മരിച്ചു. സ്തോത്രം. അവനെ യഹൂദൻ്റെ ആചാരപ്രകാരം കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. ഇവിടെയും കൂടെ പെന്തിക്കോസുകാർ കേൾക്കണം. 1-ാം ദിവസം യേശുവിന് വോയിസ് ക്ലിപ്പ് കൊടുത്തു, വന്നില്ല. 2 മൊബൈൽ കാൾ കൊടുത്തു, വന്നില്ല. 3-ാം ദിവസം കൊടുത്തു, വന്നില്ല. 4-ാം ദിവസം യേശു വന്നത്. ഇത് 2 കാര്യമാണ്. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് മെഡിക്കൽ സയൻസ് 4. 1 പ്രാണനെ വിട്ടാൽ 1-ാം ദിവസം ശരീരം ചീർക്കാൻ തുടങ്ങും. 2-ാം ദിവസം എലുമ്പെല്ലാം പെരിയെ പൊട്ടി തുടങ്ങും. 3-ാം ദിവസം രക്തം മുഴുവൻ കട്ടയായി തുടങ്ങും. 4 നാറ്റം വെക്കും. ഇതാ മെഡിക്കൽ സയൻസ്. അതുകൊണ്ട് നാറ്റം വെച്ച ലാസർ. പിന്നെ യഹൂദൻ്റെ ആചാരം. ഇവിടെ എല്ലാവരും കേൾക്കണം. സമയം ഞാൻ എടുത്തുകൊണ്ട് ഇതുപോലെ കൺവെൻഷൻ സമയം കിട്ടത്തില്ല. കുഞ്ഞുങ്ങൾക്കറിയാം. എന്താ? മരിച്ച കല്ലറയുടെ അടുത്ത് ആരാന്നറിയാമോ? പിന്നെ ആത്മാവ് 3 ദിവസം നിൽക്കുമെന്നാണ് യഹൂദൻ പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് യേശു വന്നത്. ഇപ്പോഴോ അപ്പച്ചൻ മരിച്ച കല്ലറയുടെ അടുത്ത് 2 കൊല്ലമായിട്ട് മക്കൾ പോകുന്നില്ല. മനസ്സിലാകുന്നവർക്കായി. അപ്പച്ചൻ അവിടെ നിൽക്കുമെന്ന്. ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഞാൻ കുഴഞ്ഞു വീണു. നമ്മുടെ കർത്തൃവേലക്കാർ ദേവനേശൻ പാസ്റ്ററും കുട്ടൻ പാസ്റ്ററും ഉടനെ വെള്ളറെ കൊണ്ട് അവർ പറഞ്ഞ ആൾ പോയി. ഉടനെ ആനപ്പാറ ആശുപത്രിയിലോട്ട് കൊണ്ടുവച്ചു. ഫ്രീസർ വെച്ചപ്പം ദേവനേശൻ പാസ്റ്റർ പറഞ്ഞു, നിന്നപ്പോഴും AC കിട്ടിയില്ല, ഇച്ചിരി AC അടിച്ചേക്കാൻ. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഉടനെ പത്രവാർത്ത നാളെ സുവിശേഷകൻ സജു ചാത്തൻ്റെ പ്രസംഗമധ്യേ വീണ് കുഴഞ്ഞ് മരിച്ചുപോയി. അപ്പോഴും ആനപ്പാറ മോർച്ചറിയിരിക്കുക എൻ്റെ ഡെഡ് ബോഡി. അപ്പോൾ പോയവൻ്റെ പേരാ സജു ചാത്തൻ. അതാ ബൈബിൾ. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞു. ബൈബിൾ കേക്ക് മക്കളെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ. സ്വോത്രം. അയ്യോ, ഇന്ന് കല്ലറയുടെ കാര്യം 2 മിനിറ്റ് ഇസ്രായേലോട് പറഞ്ഞ് നിർത്താം. സമയം പോകുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ചില വീട്ടിൽ കല്യാണത്തിന് കുഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങും. പപ്പ മരിച്ചു കാണും.
ജൂലിമോടെ കല്യാണത്തിന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ പാസ്റ്റ്വായിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാക്ക ആ കൊമ്പയിരുന്ന് കൂന്ന് പറയും. അമ്മച്ചി ഉടനെ പറയും, പപ്പായ്ക്ക് ജൂലിമോടെ കല്യാണം കാണാൻ വലിയ താല്പര്യമായിരുന്നു, കാക്കയുടെ രൂപത്തിൽ വന്ന് ഹല്ലേലൂയ പറയും. അന്ന് സന്തോഷമില്ലല്ലോ, സ്തോത്രം. അടുത്തത് 2, ഈ പെന്തിക്കോസുകാർ കേൾക്കട്ടെ, പെന്തിക്കോസുകാർ CSIക്കാരൊന്നും പറയത്തില്ല, സ്തോത്രം. 2 പിന്നെ പെങ്കൊച്ചും ഇങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങി മമ്മി അവളെ കൊണ്ടുവരാൻ പോകുമ്പോൾ അപ്പുറത്ത് പ്രാവ് ഒരു പാട്ട് പാടും. ഉടനെ പറയോ, എൻ്റെ വല്യമ്മച്ചിക്ക് മോടെ കല്യാണം കാണാൻ വലിയ താല്പര്യമായിരുന്നു, ഇപ്പോൾ ദാ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് പാട്ട് പാടുമെന്ന്. സ്തോത്രം. പ്രാവും വരത്തില്ല, മൈനയും വരത്തില്ല. ബാക്കി കൂടെ പറയാം. ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി, ഇതെല്ലാം കേൾക്കണം, അനാചാരങ്ങൾ. ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം, നല്ലൊരു സഭയാണ്, അവർ പെന്തക്കോസ്തല്ല, നല്ല ദൈവവിശ്വാസികൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുമാണ്. അച്ഛനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, TPMലെ മൂപ്പനുണ്ടായിരുന്നു. അച്ഛൻ പാട്ട് പാടി, ഞാൻ പ്രാർത്ഥിച്ചു. നല്ല വൈദികർ. TPMൽ അപ്പച്ചൻ ആശീർവാദം പറഞ്ഞപ്പോൾ 2 ചായ ഞങ്ങൾക്ക് തന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നോട് ഈ പട്ടക്കാർക്കെല്ലാം നല്ല സ്നേഹം, അതുകൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് പാനുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങത്തോളുന്നത്. അപ്പോൾ ഈ വെറ്റിലെ കൊടുത്തിട്ട്, ദേവനേശൻ ഭാഷ കേൾക്കണം, വെറ്റിലയിൽ ഈ കൊടുത്തിട്ട് അനുഗ്രഹിക്കും കേട്ടോ. ഈ കുഞ്ഞ് ഈ ദക്ഷിണ കൊടുക്കുമ്പോൾ പ്രായം ചെന്നവർ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞ് ഒരു വല്യമ്മച്ചിയുടെ ഭാഷയിൽ സംസാരിക്കുന്ന 80 വയസ്സുള്ള. ഉടനെ അമ്മച്ചി അവിടെ നിന്നുകൊണ്ട് പറയും, യോ വല്യമ്മച്ചിക്ക് കുഞ്ഞോടെ കല്യാണം കാണാൻ നല്ല ആഗ്രഹമായിരുന്നു, ദാ ഇപ്പോൾ അവിടെ ദേഹത്ത് കയറിയെന്ന്. മനസ്സിലാകുന്നവർക്കായി 20 വർഷമായി ചത്ത വല്യമ്മച്ചി എങ്ങനെ ദേഹത്ത് കയറും? സ്വോത്രം. എനിക്കാണ് ഇത്രയും സയൻസ് പ്രസംഗിച്ചിട്ട് ഞാനും ഞെട്ടിപ്പോയി. TPMൽ അപ്പച്ചൻ പറഞ്ഞ് LDF വരുമോ, എല്ലാം ശരിയാക്കും, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന്. മനസ്സിലാകുന്നവർക്കായി ആ അപ്പച്ചൻ കൈവച്ച് പെങ്കൊച്ചിൻ്റെ തല യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തി വിട്ടുപോകട്ടെ. സ്വോത്രം. ദാ കിടക്കുന്ന അപ്പച്ചൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്കാൻ. സ്വോത്രം. അപ്പോൾ അവിടെ നിന്നോര് ചോദിച്ച് വല്യമ്മച്ചി അല്ലെന്ന്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, വല്യമ്മച്ചിയല്ലല്ല, വല്യമ്മച്ചിയുടെ കൂടെ നടന്ന പിശാചാ കയറിയെന്ന്. മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് ചത്ത അമ്മച്ചി പ്രാവിൻ്റെ മേലെ കാക്കയായിട്ടും വരത്തില്ല, അതുകൊണ്ട് കിളിയായിട്ടും വരത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ട് കല്ലറയുടെ കൂടെ ആരും എതിലെ കൂടെ പോകും. അങ്ങനെയെങ്കിൽ യേശു മരണാനന്തര ജീവിതം കേട്ടോ. ലാസറിൻ്റെ വീട്ടിൽ വന്ന് 4-ാം ദിവസം, ബൈബിൾ യോഹന്നാൻ 11:41 കുഞ്ഞു വായിക്കണ്ട. യേശു പറഞ്ഞു മാർത്തയോട് മറിയോട്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. ഇതാ മരണാനന്തര ജീവിതം. ഇത് കേട്ടോണോ. യേശു ലാസറുടെ കല്ലറയിൽ പോയി, ലാസറേ ലാസറേ പുറത്തു വരിക. മനസ്സിലാകുന്നവർക്കായി. ലാസർ പുറത്തു വന്നോ? പുറത്ത് വന്നു. ശീലകളുണ്ടായിരുന്നു. 108 ആംബുലൻസ് വെള്ളറുടെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞില്ല. മനസ്സിലാകുന്നവർക്കായി. സ്തോത്രം. യോഹന്നാൻ 12:2 ലാസർ അവിടെ യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നു. കരമുയർത്തുന്നവർക്കായി. മരിച്ചവർ അക്ഷയരായി ഉയർക്ക്, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇതാ ഇന്ന് രാത്രി. ലാസറിന് ക്യാൻസർ ഉണ്ടായിരുന്നു അമ്മാമ്മ. ലാസറിൻ്റെ മുടി പോയതാ, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാ. അവനെ 108 ആംബുലൻസിൽ കൊണ്ടുപോയില്ല. കോരിന്ത്യ ലേഖനം ബൈബിൾ, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. കരം ഉയർത്തുന്നവർക്കാൽ നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കട്ടം സാരമില്ല. മരണാനന്തര ജീവിതം. അങ്ങനെയെങ്കിൽ 2 കാര്യം. മൈക്രോചിപ്പ് ബാക്കി നാളെ നമുക്ക് ചിന്തിക്കാവുന്നതായിരിക്കും. യഹൂദൻ ഒരു കാരണവശാലും മൈക്രോചിപ്പ് വെക്കത്തില്ല. എന്താ? വായിച്ചു തരാം. പുറപ്പാട് 13:9 ഇസ്രായേൽ ആരുടെ തലയറക്കുമെന്ന് വായിക്കാം. പുറപ്പാട് 13:9 യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്, ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നെറ്റിയിൽ നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. മതി. അതാ യേശു പറഞ്ഞു. ഇവിടം കൊണ്ട് 2 കാര്യം പറയുമ്പോൾ നിർത്താം. ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, ഒരുവൻ സ്വന്തം നാമത്തിൽ വരും. ഇത് കേട്ടോണം നിങ്ങൾ. ഇനി നാളെ ഇത് പറയത്തില്ല. യഹൂദൻ്റെ കയ്യിലാ വചനം ചുറ്റിയേക്കുന്നത്. യൂത് ഹേ വൗഹേ 2 അവൻ്റെ തലയിലാ ചുറ്റ്. യെരുശലേമിൻ്റെ ദൈവാലയത്തിനകത്ത് വിലാപം. അതിൽ യഹൂദൻ ചെന്ന് തലയിടിക്കുമ്പോൾ അവൻ്റെ തലയിൽ ഒരു ചുറ്റുണ്ട്, അതിനകത്ത് വചനമുണ്ട്, യഹൂദൻ്റെ വചനം, തോറയും തൽമൂദും. ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോൾ അവൻ ഈ ചിപ്പ് കൈമേലും തലമേലും വെക്കാൻ നോക്ക്. യഹൂദൻ അനുസരിക്കത്തില്ല. നമ്പർ 1. എന്തുകൊണ്ട് യഹൂദൻ ചിപ്പ് വെക്കത്തില്ല? ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ട് മോളെ. അടുത്തതൂടെ യഹൂദൻ വായിക്കാം. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ, പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളന്റെ തിണർപ്പാകുന്നു. അതുകൊണ്ട് പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും യഹൂദൻ മൈക്രോചിപ്പ് വെക്കത്തില്ല. ബാക്കി കൂടെ പറഞ്ഞുതരാം. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി കോവിഡ് കാലം വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു,
പ്രായമുള്ളവർക്ക് ഒരു ചിപ്പ് കൊടുക്കാം, ഹൈഷാൻ വെക്കാമോ? അവർ പറഞ്ഞു പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ചിപ്പ് കൊടുക്കാം. ആ കുഞ്ഞു ചിപ്പിൻ്റെ പേരാ ഷാബ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭരണം വരെ പോയി. അന്നേരം വേറൊരു ഭരണാധികാരിയ യായിർ ലാത്തിഫ് വരികയും ചെയ്തു. മോശയുടെ കൊച്ചുമക്കൾ ഇന്നും വാക്സിൻ എടുക്കാത്തവർ, ചിപ്പ് വെക്കാത്തവരുണ്ട്. യഹൂദൻ ഒരു കാലത്തും മൈക്രോ ചിപ്പ് വെക്കത്തില്ല. പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിൽക്കുകയും നിറം മങ്ങുകയും ചെയ്താൽ, അന്ന് മൈക്രോ ചിപ്പ് വെക്കാത്ത യഹൂദൻ്റെ കഴുത്തെതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ അറക്കും. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അവരുടെ രക്തം താഴെ വീഴും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, അതാ യോഹന്നാനോട് പറഞ്ഞത്, ഞാൻ ന്യായാസനങ്ങൾ തുറന്നു. ഓരോരുത്തർക്കും അവരുടെ ന്യായവിധിക്ക് തക്കവേണ്ട പ്രതിഫലമുണ്ട്. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും യേശുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ, അവർ മൈക്രോ ചിപ്പ് വെക്കത്തില്ല. യഹൂദൻ റോബോട്ടിനെ വണങ്ങത്തില്ല. ബാക്കി നാളെ അന്ന് അവരുടെ തലയറുത്ത രക്തം താഴെ വീഴും. ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് മഞ്ചങ്കോട് ഒരു സംഭവം നടക്കും. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഒരു രാത്രി കൂടി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിക്കും. അവസാന ഭാഗത്തിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ 2 ചിപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വെക്കാൻ ദൈവം അനുവദിക്കുമോ? നാളെ ബാക്കി 1 ATM, 2 ആനയുടെ വാൽ, 3 പാസ്പോർട്ട്, അത് കഴിഞ്ഞ് QR കോഡ്, അത് കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്നത് കൈമേലും നെറ്റിമേലും മുദ്ര. നാളെ രാത്രി അതിൻ്റെ പേരാ സഞ്ചാർ സാത്തി ആപ്പ്. നാളെ അങ്ങനെയെങ്കിൽ ആ മുദ്ര നമ്മുടെ മേളിൽ വെക്കോ. അതിനർത്ഥം 2 മുദ്ര ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. വായിക്കാം. എഫേസ്യ ലേഖനം 4:30. 2 കാര്യം പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ സാത്താന്റെ മുദ്രയേൽക്കുവാൻ നമുക്ക് കഴിയുമോ? ഇല്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. അപ്പച്ചി പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്ക. എൻ്റെ കാന്തൻ മടങ്ങി വരാറാ. കരങ്ങളെ തട്ടി കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി കണ്ടോ, ഞാൻ ടൈറ്റാനിക്കിനെ പറ്റിയ ഒരു കാര്യം പറഞ്ഞത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സംഭവം നടന്നു. എന്താ ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ ദിവസം 4 ധനവാന്മാർ, ഒരു അമേരിക്കക്കാരൻ, ഒരു കാനഡക്കാരൻ, ഒരു ദുബായ്ക്കാരൻ, ഒരു പാകിസ്ഥാൻകാരൻ, 4 ധനവാന്മാർ ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പ് തേടിപ്പോയി. ഓഷ്യൻ ടൈറ്റാനിക്. എല്ലാവരും കേട്ടാട്ടെ. അവരുടെ പേടകം, ടൈറ്റാനിക് കപ്പലിൻ്റെ 450 മീറ്റർ വെച്ച പേടകം തകർന്നു കഴിഞ്ഞു. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടുകൂടെ കൊണ്ടുപോകുകയില്ല. ബാക്കി 2026 സഹോദരന്മാരും കേൾക്കണം. ഒരമ്മ, 4 കുഞ്ഞുങ്ങൾ, 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള ആൺകുഞ്ഞ്. ഭർത്താവിനെ തേടി പോവുക. രാത്രി കൊളംബിയൻ കാർഡ് ഒരു കൊച്ചു വിമാനം, 5 പേരുമായിട്ട് പോകുക. രാത്രി വിമാനം തകർന്നു. കേട്ടോ അമ്മ, தாயை தகர்ப்பறை இந்த நாள்கள் நல்செய்தி கூட்டங்களோட 2வது இரவு ഗഗനമാ കേട്ടിരിക്കത്. അതെന്താ സംഭവിച്ചതെന്നറിയാവോ? വിമാനം തകർന്നു, ക്യാപ്റ്റനും മരിച്ചു, അമ്മയും മരിച്ചു, കുഞ്ഞുങ്ങൾ 4 എണ്ണം വനാന്തരത്തിൽ കിടക്കുക. അവിടെ നിൽക്കാൻ പറ്റുമോ? 14കാരി, 9കാരി, 11കാരി കൈപ്പിടിച്ചു. 1.5 വയസ്സുള്ള കുഞ്ഞാ, നടക്കാൻ വയ്യ. അവനെ അവർ കയ്യിലെടുത്തു. എവിടെ പോയി? നടന്നു. 40 ദിവസം അവർ നടന്നു. എല്ലാവരും കേട്ടാട്ടെ. 40ാം ദിവസം അവർ വനാന്തരത്തിൻ്റെ എവിടെയോ പോകുമ്പോൾ പട്ടാളക്കാരെവിടെയോ റോന്തിയുറ്റുന്നു. അവർ ഈ കുഞ്ഞുങ്ങളുടെ കാലടി ശബ്ദം കേട്ടു. 4 കുഞ്ഞുങ്ങളെ ഓടി വന്ന് പിടിച്ചു. അവരോട് കാര്യം ചോദിച്ചു. കുഞ്ഞുങ്ങളങ്ങ് ക്ഷീണമായി പോയി. മിലിറ്ററി ആശുപത്രി കൊണ്ടുപോയി. കേക്കമ്മ, ആര് ജീവിച്ചിരിക്കുന്നു? 14കാരി മോള്, 11കാരി മോള്, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള കുഞ്ഞ്, 4നും IV ട്രിപ്പ് കൊടുക്കുക. ഒരു പത്രലേഖ ഇതറിഞ്ഞ് ഓടി വന്നു BBC. അവരോട് പറഞ്ഞു ഒരു കുഞ്ഞിനോട് സംസാരിക്കണം. അവർ പറഞ്ഞു മിണ്ടരുത്, 40 വർഷമായി കുഞ്ഞുങ്ങളാ വനാന്തരത്തിൽ കിടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുക, സംസാരിക്കാൻ പറ്റത്തില്ല.
ആ പത്രലേഖയോട് പറഞ്ഞു, അവരോട് പറഞ്ഞു 2 മിനിറ്റ് എനിക്കൊരു വാക്ക് തരണം. 14-കാരിയുടെ ഒരു പട്ടാളക്കാരൻ അവിടെ കൊണ്ടു ചെന്നു. ഒരു കയ്യിൽ ട്രിപ്പ് കയറുന്ന മൂത്ത മോളോട് ഈ ലേഖിക ചോദിച്ചുകൊണ്ട്, ലാസ്റ്റ് 14 days ഹൂ ഈസ് റൂട്ടഡ് ആമസോൺ ഫോറസ്റ്റ്, 40 ദിവസം നിങ്ങളെ ആരാ കാത്തത്? വൈകിട്ട് പെരുമഴ, ഈവനിങ് ഹൈലി മോട്ടിവേറ്റഡ് ഡ്രൈവ് ആൻഡ് സ്ട്രൈക്കിംഗ് സ്നേക്സ്, കടിക്കുന്ന പാമ്പ് വനാന്തരത്തിൽ 40 ദിവസം നിങ്ങളെ ആര് കാത്തു? ആ കുഞ്ഞ് ഒരു കൈ ട്രിപ്പ് കയറുമ്പോൾ, അമ്മാമ്മ ഇതാ സാക്ഷി, യേശു ജീവിക്കുന്നു. അവൾ പറഞ്ഞ്, മാം ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ആ അൺസീൻ പവർ, ഉയരത്തിൽ നിന്നൊരു ശക്തി ഞങ്ങളെ 40 ദിവസം നടത്തി. ഇന്ന് രാത്രി 2026 കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾ കഥതിൻ്റെ ആഹാരം. 4 ധനവാന്മാർ ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പ് തേടി പോയപ്പോൾ, അവർ കടലിനകത്ത് നീർന്നപ്പോൾ 4 കുഞ്ഞുങ്ങളെ 40 ദിവസം നടത്തുവാൻ സ്വർഗത്തിൻ്റെ കരമിറങ്ങി വന്നെങ്കിൽ 2026 എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തൻ. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇന്ന് രാത്രി സഹോദര, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒരു കോസിൻ്റെ പ്രസംഗവും പറഞ്ഞില്ല. ദേവനേശൻ പാസ്റ്റർ ഇരിക്കുന്നു, കർത്തൃദാസന്മാർ, ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, നീ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി വീട്ടിനകത്തോ തെരുക്കോണിനകത്തോ എവിടെങ്കിലും ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. 2-ാം നാൾ നെഞ്ചത്ത് കൈവച്ച്, യേശു എൻ്റെ ഏക രക്ഷകൻ, യേശുപ്പച്ചൻ എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, നീതിമാൻ കരയട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ബാക്കി നാളെ, ഇന്ന് രാത്രി 4 കണ്ടന്റാണ് ഞാൻ പറഞ്ഞത്. 1, റോബോട്ടിൻ്റെ, നിങ്ങളുടെ ലാപ്ടോപ്പുകളിൽ റോബോട്ട് വരാൻ കാലമായി. ആ റോബോട്ട് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം. വഴിനീളം മുഴുവൻ കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും പൊട്ടിത്തെറിക്കുന്ന കാലം. ആ പൊട്ടിത്തെറി മുഴങ്ങുന്നതിന് മുമ്പ് കാഹളനാദം. 3, എതിർക്രിസ്തു ഒരു മൈക്രോ ചിപ്പുമായിട്ട് വരും. അന്ന് ഈ മൈക്രോ ചിപ്പ് കൊല്ലാത്ത യഹൂദൻ്റെ തലയെല്ലാം മറത്തു വീഴും. അവിടെ രക്തസാക്ഷികളുണ്ടാവും. അപ്പം 2 ചിപ്പ് നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പറ്റത്തില്ല. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മൈക്രോ ചിപ്പ് വെക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. ഇന്ന് രാത്രി സഹോദരങ്ങളെ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം, ധനവാനായാലും മരണം, ദരിദ്രനായാലും മരണം. പ്രസംഗിക്കുന്ന ഞങ്ങൾ മരിക്കും, കപ്പക്കാലായി മരിക്കും, കവലയിൽ മരിക്കും, ക്യാൻസറിൽ മരിക്കും, ആക്സിഡൻറ്റിൽ മരിക്കും. ഞങ്ങളുടെ പ്രത്യാശ ശരീരത്തിനെ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. ലാസറിൻ്റെ കല്ലറയുടെ മുൻപ് ഞങ്ങളെ വിളിച്ചുണർത്തിയവൻ തൻ്റെ മക്കളെ ചേർക്കാൻ വരും. നാളെ ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി, സഞ്ചാർ സാത്തി, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. നിങ്ങളുടെ കേബിളുകളെല്ലാം മാറാൻ പോകുന്നു. നാളെ രാത്രി വീണ്ടും എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയേൽക്കുമോ? മരിച്ചവർ എവിടെ, ഉയർത്തെഴുന്നേറ്റവരെവിടെ, അതായിരിക്കും നാളെ രാത്രി. അവസാനിപ്പിക്കുന്നു. പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരാം. എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയും മുദ്രയേൽക്കാത്തവർ എവിടെ നിൽക്കും? വായിക്കാം. ബാക്കി നാളെ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. നമ്മുടെ പ്രത്യാശ വെളിപ്പാട് 15:2 വായിച്ചാട്ട് പോകണം. പളുങ്കുകടൽ പോലെ, എല്ലാവരും ബൈബിൾ എടുത്താട്ട്. തീ കലർന്ന പളുങ്കുകടൽ പോലെ, ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. കരമുയർത്താം. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. ഈ പ്രതിമയെ വണങ്ങാതെ, ചിപ്പേക്കാതെ അന്ത്യം വരെ ജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ വീതിയിൽ കുഞ്ഞാടുമായി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോകുന്നു. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. നല്ല സഹകരണം, കരങ്ങൾ അടിച്ച്. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ജനം ആരാധിച്ചാട്ടെ. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമെന്ന് എല്ലാ കരങ്ങളും അടിച്ച് പോയറിനോട് ചേർന്ന്
ശബരപ ഷൗഡല ശന്തര എല്ലാ കരങ്ങളും പഠിച്ച് ആരാധിച്ചാട്ടെ. നാളെ കൂടെ രാത്രി യോഗമുള്ള എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകൾ രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശക്തിയോടൊരു പഴയ പാട്ട് പാടി അപ്പച്ചന് മഹിമ കൊടുക്കുക. കുഞ്ഞാടവിൽ വിളക്കാണേ ഇരുളൊരു ലേശവും അവിടെയില്ല. ചേർന്ന് പാടി. കുഞ്ഞാടതിൻ വിളക്കാണേ ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവാവസ്ത്രം. ചേർന്ന് പാടി. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവാവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എല്ലാ കരങ്ങളും അടിച്ച് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ചേർന്ന് പാടി ആരാധിച്ചാട്ടെ. ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്രയും സിയോൻ സഞ്ചാരം ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്രയും സിയോൻ സഞ്ചാരം ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ കരങ്ങളും അടിച്ച് വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. എല്ലാ വായികളും തുറന്ന് ആരാധിച്ചാട്ടെ. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. മഞ്ചക്കോട് വെള്ളറട. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാണ് ഇരുളൊരു ലേശവും അവിടെയില്ല. ശക്തിയോട് കുഞ്ഞാടതിൽ വിളക്കാണ് ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് ജീവകിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവാവസ്ത്രം. തരുമെനിക്ക് അവൻ എന്നെ ഉത്സവാവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും എല്ലാ കരങ്ങളും പഠിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ കരങ്ങളും പഠിച്ച് ആരാധിച്ചാട്ടെ. വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള നാടകം. എല്ലാ കരങ്ങളും കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള നാടകമുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള കന്മലയാനവരെ സ്വോത്ര എല്ലാ കരങ്ങളും പഠിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. വിടുതലിന്റെ രാത്രി എന്റെ ബലഹീന നീരങ്ങളിൽ എന്നെ കാക്കുന്ന ദൈവ, കന്മലയാകുന്ന ദൈവ, ഇന്ന് രാത്രി എന്നെ സഹായിപ്പാൻ കരുത്തുറ്റ ദൈവ, ഇന്ന് രാത്രി അവന്റെ കരം ഇതിനകത്ത് വെളിപ്പെടുക. ഈ ഗാനക ബൗഡ മനാദന ബന്ധൽ കമല എല്ലാ കരങ്ങളും പഠിച്ച് ദൈവം നീരേ എന്റെ കന്മലയാനവരേ ദൈവം നീരേ. വല്ലമായി മാറ്റിന നിറഞ്ഞവരേ മഹിമയ്ക്ക് മാറ്റിരരേ. അരുമயான தமிழ் பாடல் பாடி வல்லமை மாற்றிமை நிறைந்தவரே மகிமைக்கு பார்த்திரரே. ஆராதனை அப்பச்சனே. ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. சேர்ந்து பாடி ஆராதனை. ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. எங்கள் ബലവീനതകളിൽ ആര് കൈവിട്ടാലും കൃപை തന്നീരയ്യാ. ചേർന്ന് പാടി. ബലവീനതകളിൽ കൃപை തന്നീരയ്യാ. യേശു രാജാ, യേശു രാജായ
என் பலனானே ஓ. எதற்கும் பயமில்லையே എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും അടിച്ച് യേശു രാജാ എൻ ബലനാനേ எதற்கும் பயமில்லையே ആരാധനേ ചൊവ്വാഴ്ച ആരാധനൈ ഉമക്കേ ആരാധനൈ ഉമക്കേ ഓ ആരാധനൈ ഉമക്കേ ഓ ആരാധനൈ ഉമക്കേ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവം ആരാധനൈ ഉമക്കേ ഓ ஆராதனை உமக்கே ஆராதனை உமக்கே ആരാധനൈ ഉമക്കേ എന്റെ ചിറകുകളിൽ കീഴിൽ 2026 കോഴി തന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ ചേർന്ന് പാടി ആരാധിച്ചാട്ടെ ഓ എന്തെന്തും മകിഴി ചെയ്തേ തൂയരേ എൻ തുണയാളരേ തുതിത്തു പാത്തിരരേ ചേർന്ന് പാടി തൂയവരെ തൂയവരേ എൻ തുണയാളരേ ഹല്ലേലൂയ തുതിത്തു പാത്തിരരേ ആരാധന എല്ലാ വായികളും ആരാധനയുമക്കേ ഓ ആരാധനയുമക്കേ അപ്പച്ചൻ 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 ആരാധനയുമക്കേ ജഗതല ബൗദ്ധല ശന്തര ദിഗജല ആത്മാവിൽ ആരാധിച്ചാട്ടെ ഓ ആരാധനയുമക്കേ 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 എന്റെ ഉயிருള്ള നാളുകളെല്ലാം എല്ലാ കരങ്ങളും പഠിച്ച എല്ലാ കരങ്ങളും പഠിച്ച എല്ലാ കരങ്ങളും പഠിച്ച് ഞാൻ ആയുസുള്ള നാളെല്ലാം യേശുവിനെ ഉയർത്തുന്നു ചേർന്ന് പാടി ദേവൻ വല്ലമായി നന്ദി ആണ്ടവരെ നന്ദി ആണ്ടവരെ അപ്പച്ചൻ കരുണ കാണിച്ചതിന് ആരാധന എല്ലാ കരങ്ങളും പഠിച്ച എല്ലാ കരങ്ങളും പഠിച്ച് ആരാധനയുമക്കേ ആരാധന എല്ലാ കരങ്ങളും തട്ടി അപ്പച്ചന്റെ ഭാഗ്യമായി ആരാധനയുമക്കേ ആരാധനയുമക്കേ ആരാധന ആരാധനയുമക്കേ ആരാധനയുമക്കേ എന്റെ കൺമലയാനവരെ കന്മലയാനവരേ എല്ലാ കരങ്ങളും ഉയർത്തി യേശുവിന് നന്ദി കൊടുത്താട്ട് 2025 കാത്ത ദൈവം എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഒരാശുപത്രി കടക്കാതെ കാത്ത ദൈവം അടക രഗത ബൗഡ ഉണരട്ടെ ഉണരട്ടെ ചെമ്പൂർ ഉണരട്ടെ കള്ളിമൂട് ഉണരട്ടെ ഒരു അന്ത്യകാലത്തിന്റെ കൊയ്ത്തിന് വേണ്ടി ആയിരങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദേവൻ വല്ലമായി ആണ്ടവരെ വല്ലമായി പരിശുദ്ധയാത്മാവൻ തൂവൈവ് ആത്മാവിൽ ആരാധിച്ചാണ് എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ അന്യായ കട്ടികളും യേശുവിന്റെ നാമത്തിൽ ദേവൻ വല്ലമായി എന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഒഴുകിയ വിശേഷமான കൃപ ഓ പരലോകത്തിന് ആണ്ടവരെ വല്ലമായി ദേവൻ വല്ലമായി എന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഒഴുകിയ അനവധി രോഗികൾ സൗഖ്യമാകുകയോ സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു വേദനകൾ അവൻ ചുമന്നു അവന്റെ അടിപ്പിണരാൽ പൂർണ്ണ സൗഖ്യം ജഗതല ബൗഡല ശന്തര ദിഗജല ഒരു തീ കത്തുന്നത് പോലെ ഒരു മഴ പെയ്യുന്നത് പോലെ ഒരു കാറ്റടിക്കുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകട്ടെ അപ്പച്ചന്മാരിലേക്ക് ഒഴുകട്ടെ അമ്മച്ചമാരിലേക്ക് ഒഴുകട്ടെ ദൈവ കൃപ നന്ദിയപ്പ എന്റെ കരുണയ്ക്കായി നന്ദിയപ്പ Every cancer, every tumors, every arthritis, the striking diseases recover by the power of the Holy Spirit the second day. Presence of Holy Spirit, യേശുവിന്റെ നാമത്തിൽ എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും ഈ രാത്രി കഴിയട്ടെ 2 minutes 2 മിനിറ്റ് കൂടി കുഞ്ഞുങ്ങളോടൊപ്പം ഒരു ചരണം കൂടെ പാടി ആശീർവാദത്തോടെ മടങ്ങാം. ദൈവം നമുക്ക് നല്ല കാലാവസ്ഥയിൽ തന്നു. ഇത്രയും മക്കളെ ദൈവം കൊണ്ടുവന്നു. അപ്പാവിൻ കൃപை தேவன் வல்லமை விசேஷமான தினங்களில் இந்த நாட்களிலே தெய்வ சந்நிதியில் நிற்கிற ஒவ்வொரு பிள்ளைகளிலும் ആണ്ടവരൻ വല്ലமை തൊടുവതുക്കാക ഏലിയാവ് ആകാബ് രാജാവിൻ്റെ മുൻപിൽ നിന്നു ഞാൻ സേവിച്ച് നിന്നിട്ട് യഹോവ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല.
അവനോട് പറഞ്ഞു, കെരീത്ത് തോട്ടിലേക്ക് പോകുവാൻ നിനക്ക് വേണ്ടി 80 മൈൽ നിന്നൊരു കാക്കയെ ഞാൻ തരാം, നിനക്ക് വേണ്ടി ഒരു ഉറവയും തരാം. ഏലിയാവ് കെരീത്തിരുന്നു. അപ്പം ചമ്മച്ചി 2 മിനിറ്റ് കൂടെ കേട്ടാട്ടെ. ചില ദിവസങ്ങൾ കഴിഞ്ഞു, കാക്ക വന്നില്ല. തോട് പറ്റിപ്പോയി. അവൻ ആരോടും പരാതി പറഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പുതുവഴി ദൈവം തുറക്കുന്നു. അവനോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക. ഈ കൺവെൻഷനിൽ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചെമ്പൂരിലും വെള്ളറുടെയുമല്ല, നീ എഴുന്നേൽക്ക. ശരാപത്ത് നിനക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കാക്കയുടെ വരവ് തീർന്നാലും, തോട്ടിലെ വെള്ളം പറ്റിയാലും, ചില നന്മകൾ തീർന്നാലും, സാരാപത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് കലത്തിലെ മാവ് തരുവാൻ ഒരു കർത്താവ് ഉണ്ടായിരുന്നു. ഭരണിയിലെ എണ്ണ നിറയ്ക്കാൻ ഒരു കർത്താവ് ഉണ്ടായിരുന്നു. ആര് കരമുയർത്ത്. 2025 ചില വഴികൾ അടഞ്ഞെങ്കിലും പുതുവർഷത്തിൽ എൻ്റെ വീട്ടിനകത്ത് കലത്തിലെ മാവ് തരുവാ, ഭരണിയിലെ എണ്ണയെ തരുവാ. ഏലിയാവിൻ്റെ ദൈവം വിശ്വസ്തൻ. കുഞ്ഞുങ്ങളോട് ചേർന്ന് ആര് കൈവിട്ടാലും കൈവിടാത്ത താൻ വാഴുകയാൽ എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നമ്മുടെ കർത്താവ് ഈ രാത്രി കൂടെ ഉണ്ട്. രോഗികളെല്ലാം കരമുയർത്തിയാട്ടെ. അവന്റെ വിശുദ്ധ കരം ഇന്ന് രാത്രി എല്ലാ കരങ്ങളും. നാളെ ഭാവിയെല്ലാം തൻ കയ്യിലെന്തോ എത്ര ധന്യമേ ലോകജീവി. ഒരിക്കൽ കൂടി യേശു വാഴുകയാൽ കരങ്ങൾ ഉയരട്ടെ. നാളെ നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്തോ എത്ര ധന്യമേ ലോകജീവി. അനാഥനല്ല ഈ ഗ്രൗണ്ടിൽ നിന്ന് നിന്റെ കൂടെ കർത്താവുണ്ട്. കരങ്ങൾ ഉയരട്ടെ. ഞാൻ സിസ്റ്റർ ബ്രദർ നിന്റെ കൂടെ. പരദേശിയാണു ഞാൻ. 2026 തന്തിരുമാവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര മോദം. ഒരിക്കൽ കൂടി അനാഥനല്ല ഗ്രൗണ്ടിൽ. അനാഥനല്ല ഞാൻ. അശരണനല്ല ഞാൻ. അവകാശിയാണു ഞാൻ. പരദേശിയാണു. കമ്മിങ് ഡേയ്സ് എന്നെ കാക്കും. അത്യുന്നതൻ തന്തിരുമാവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര മോദം. എല്ലാ കരങ്ങളും ഉയരട്ടെ. താൻ വാഴുകയാൽ നാളെ നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ എത്ര ധന്യമേ ലോകജീവി. ഒരിക്കൽ കൂടി എല്ലാ കരങ്ങളും താൻ വാഴുകയാൽ കരങ്ങൾ ഉയരട്ടെ. യേശു കൂടെയുണ്ട്. യേശു കൂടെയുണ്ട്. ലോർഡ് ജീസസ്. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ എത്ര ധന്യമേ ലോകജീവി. എത്ര ധന്യമേ. എത്ര ധന്യമേ ലോകജീവി. ഒരിക്കൽ കൂടി എത്ര ധന്യമേ ലോകജീവിതം.